റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമു പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നൊരാൾ ഇറങ്ങിയാൽ അല്ലാഹു അവർക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു വഴിയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൽമു പഠിക്കാൻ വേണ്ടി വന്നവരാണ്. ഇൽമു പഠിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ ആ ചവിട്ടടി അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള ചവിട്ടടിയാക്കി അല്ലാഹു മാറ്റുമെന്ന് ലോകത്തിന്റെ ഗുരു ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മഹത്തായ സദസ്സ്, ഈ സദസ്സിന്റെ മഹത്വം നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അല്ലാഹു ഒരുപാട് മഹത്വം നൽകിയ ഒരു സദസ്സാണിത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കൊക്കെ നേതൃത്വം നൽകിയ മഹാന്മാരെ പോലെ മരിക്കാനും അവരുടെ കൂടെ നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല മലക്കുകളോട് നമ്മൾക്കൊക്കെ അറിയുന്ന വിഷയമാണ്, ഞാൻ സാന്ദർഭികമായി ഇവിടെ ചുരുക്കി ഉണർത്തുകയാണ്. ഇൽമിന്റെ സദസ്സിലേക്ക്, അതുപോലെ ദിക്റിന്റെ സ്വലാത്തിന്റെ സദസ്സിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അല്ലാഹു നമ്മൾക്ക് നൽകാൻ പോകുന്ന ഓഫറുകൾ, യുസബ്ബിഹൂനക, അല്ലാഹുവേ നിനക്ക് വേണ്ടി അവർ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, നിനക്ക് വേണ്ടി തഹ്മീദ് ചൊല്ലുന്നുണ്ട്, നിനക്ക് വേണ്ടി തക്ബീർ ചൊല്ലുന്നുണ്ട് എന്ന് അല്ലാഹു മലക്കുകളോട് പറയും. നാളെ പോയി പാലിപ്പനം എന്ന ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആളുകളെ കുറിച്ച് ഒരു 3 പ്രാവശ്യം ഉറക്കെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഞാൻ ഒറ്റക്ക്, നിങ്ങൾ ഉറക്കെ നിങ്ങൾ എന്താണ് ഉറക്കെ പറയും സുബ്ഹാനല്ലാഹി. നിങ്ങൾ വളരെ തണുത്തുപോയി, എനിക്ക് മനസ്സിലായി, മഞ്ഞിന്റെ പ്രശ്നമാണത്. KL14 Q5026 എന്ന നമ്പർ മാറ്റി വെക്കണം. നിങ്ങൾ ഉറക്ക കട്ടൻ കാപ്പിയാണോ? ഒന്നും കൂടി ഉറക്കെ ചെല്ലുന്നു സമാധാനത്തിന്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് ചെല്ലിയാലുള്ള മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗീയ ലോകത്തെ ഒരു മരം നമ്മൾക്ക് വേണ്ടി വളർത്തുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അതിന്റെ പേരിൽ ഒരു മരം അല്ലാഹു സ്വർഗ്ഗീയ ലോകത്ത് നമ്മൾക്ക് വേണ്ടി നടുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ മറ്റൊരു മരം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ വേറെ ഒരു മരം, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ വേറൊരു മരം. അങ്ങനെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി അല്ലാഹു സ്വർഗ്ഗീയ ലോകത്ത് ഒരു പൂന്തോട്ടം പണിയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾക്ക് 3 പൂന്തോട്ടം ഇവിടെ റെഡിയാണ്. ഇപ്പോ ലോകത്തിൽ 3 പൂന്തോട്ടം റെഡി ആയിരിക്കുകയാണ്. ഏതാണ് ആ പൂന്തോട്ടം എന്ന് അറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ഷജറ, സ്വർഗ്ഗത്തിലൊരു മരമുണ്ട്, യസീറുർ റാകിബു ഫീ ളില്ലിഹാ മിഅത ആമിൻ, അതിന്റെ തണലിൽ 100 വർഷക്കാലം യാത്ര ചെയ്താലും അതിന്റെ തണല് മറികടക്കാൻ പറ്റൂല. ഒരു മരത്തിന്റെ തണലാണിത്. സ്വർഗീയ ലോകത്തിലെ ഒരു മരത്തിന്റെ വലിപ്പമാണിത്. വലിയൊരു വാഹനമെടുത്ത് 120-ലോ 140-ലോ അമിതമായ വേഗതയിൽ ആ മരത്തിന്റെ ചുവട്ടിലൂടെ വണ്ടി ഓടിച്ചു പോയാൽ 100 വർഷം യാത്ര ചെയ്താലും ആ മരത്തിന്റെ തണല് മറികടക്കാൻ പറ്റൂല. അത്രയും വലിയ മരമാണ് അല്ലാഹു നമ്മൾക്ക് വേണ്ടി ഒരു സുബ്ഹാനല്ലാഹ് പറയുന്നതിലൂടെ അല്ലാഹു നൽകുന്നത്. ഒരു മരത്തിന്റെ വിശേഷണമാണ് ഇന്ന ഫിൽ ജന്നത്തി ഷജറ യസീറു الراكب في ظلها 100 عام ولا يقطعها. 100 വർഷം സഞ്ചരിച്ചാലും ആ തണല് മറികടക്കാൻ പറ്റൂല. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഓതി കൊടുത്തു, പ്രവിശാലമായി നീണ്ടു കിടക്കുന്ന തണലിലാണ് അവിടെ താമസിക്കുന്നത്. പിന്നെ പറഞ്ഞു സ്വർഗത്തെക്കുറിച്ച്,
കണ്ണുകൊണ്ട് കാണാത്ത സ്വർഗം, നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത അത്ഭുതങ്ങളാണ് ഇവിടെയുള്ളത്. ചെവി കൊണ്ട് കേൾക്കാത്ത അത്ഭുതങ്ങളാണ് ഇവിടെയുള്ളത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ഭുതങ്ങളുടെ കലവറയാണ് സ്വർഗമെന്ന് പറയുന്നത്. ആ സ്വർഗത്തിലേക്കുള്ള ചവിട്ടടിയാണ് ഈ ഇൽമിന്റെ സദസ്സിലേക്ക് നമ്മൾ കടന്നു വന്നത്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അർളുൽ ജന്നതി മിൻ ഫില്ല. സ്വർഗീയ ലോകത്തെ ഭൂമി എന്ന് പറയുന്നത് വെള്ളിയാലുള്ള ഭൂമിയാണ്. ഇവിടെ കാണുന്നത് പോലെ ചരൽക്കല്ലുകളില്ല, ഇവിടെ കാണുന്നത് പോലെ പാറക്കൂട്ടങ്ങളില്ല, ഇവിടെ കാണുന്നത് പോലെ പിടിപടലങ്ങളില്ല, ധൂളികളില്ല. അർളുൽ ജന്നതി മിൻ ഫില്ല, വെള്ളിയാലുള്ള ഭൂമിയാണ്. അവിടെ ചവിട്ടുന്നത് വെള്ളിയിലാണ്. വതുറാബുഹാ മിസ്കുൻ, അവിടെയുള്ള മണ്ണ് അത് കസ്തൂരിയാലുള്ള മണ്ണാണ്. ഇവിടെ മണ്ണൊക്കെ ശരീരത്തിൽ തേച്ച ഓടിച്ചുകൂടും നാട്ടുകാർ. അവിടെയുള്ള മണ്ണ് കസ്തൂരിയുടെ മണ്ണാണ്, കസ്തൂരിയുടെ ധൂളികളാണ്. തൊട്ടാൽ ശരീരം മുഴുവനും മണക്കുന്ന നല്ല സുഗന്ധമുള്ള മണ്ണാണ് സ്വർഗത്തിന്റെ മണ്ണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. വഉസൂലു ശജരിഹാ ഫില്ല, അവിടെയുള്ള മരത്തിന്റെ ഫൗണ്ടേഷൻ, മരത്തിന്റെ വേര്, മരത്തിന്റെ അടിത്തറ, മരത്തിന്റെ ചുവട്, അത് വെള്ളിയാലുള്ള അടിത്തറയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മരത്തിന്റെ വേര്, ആ അടിത്തറ, അടിഭാഗം വെള്ളിയാലുള്ള അടിഭാഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അതിന്റെ ശിഖരങ്ങളോ, അതിന്റെ ശാഖകളോ, അതിന്റെ ശാഖകൾ രത്നങ്ങളും മുത്തുകളുമാണ്. കൊമ്പുണ്ടല്ലോ, മരത്തിന്റെ കൊമ്പുകൾ, മരത്തിന്റെ ശാഖകൾ, അത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മുത്തുകളാണ്, രത്നങ്ങളാണ്. അതിലാണ് ഇലകളുള്ളത്, അതിലാണ് പഴങ്ങളുള്ളത്. ഇന്നാലിന്ന പഴം വേണമെന്ന് കരുതുമ്പോഴേക്കും നമ്മുടെ വായയിലേക്ക് പഴം കടന്നു വരികയാണ്. മാമ്പഴം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മാമ്പഴം മുന്നിലേക്ക് വരാൻ, അത് തിന്നു, അതിന് എന്തില്ല, അവശിഷ്ടമില്ല, വേസ്റ്റ് ഇല്ല. അത് തിന്നു കഴിയുമ്പോഴേക്കും അതേ സ്ഥലത്ത് മറ്റൊരു മാമ്പഴം. പക്ഷേ അത് തിന്നു നോക്കുമ്പോൾ നേരത്തെ തിന്ന മാമ്പഴത്തിന്റെ ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റ്. അത് കഴിച്ചു, അത് കഴിക്കുമ്പോഴേക്കും വേറൊരു മാമ്പഴം, അത് തിന്നുമ്പോഴേക്കും വേറൊരു ടേസ്റ്റ്. മനുഷ്യന്മാരെന്താഗ്രഹിച്ചാലും ആ സ്വർഗീയ ലോകത്ത് നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫമന്നകല ഖായിമാ, അതിൽ നിന്ന് തിന്നാലും ഇരുന്ന് തിന്നാലും കിടന്നു തിന്നാലും കുഴപ്പമില്ല. ഒരാൾക്ക് ഇങ്ങനെ ചാരിക്കൊണ്ട് കിടന്നിറങ്ങി തിന്നണമെന്നുള്ള താല്പര്യമുണ്ടായാൽ അങ്ങനെ തിന്നുന്നതിൽ കുഴപ്പമില്ല. നിന്നുകൊണ്ട് കുടിക്കാനോ നിന്നുകൊണ്ട് തിന്നാനോ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിലും കുഴപ്പമില്ല. എന്നാൽ ദുനിയാവിന്റെ സ്ഥിതി വേറെയാണ്. നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ മാരകമായ ചികിത്സയില്ലാത്ത രോഗം നൽകി അല്ലാഹു പരീക്ഷിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? വെള്ളം കുടിക്കുമ്പോ, ചായ കുടിക്കുമ്പോ എന്ത് കൂളായിട്ടാ നിന്നിട്ട് കുടിക്കണത്. എന്നിട്ട് പറയാ, രോഗം ശിഫയാവുന്നില്ല ഉസ്താദെ, ദുആ ചെയ്യണം. ഹോസ്പിറ്റലിൽ പോകുന്നു, ശിഫ ലഭിക്കുന്നില്ല, മരുന്ന് കുടിക്കുന്നു, ഭക്ഷണം പോലെ മരുന്ന് കുടിക്കുകയാണ്. ചോറ് വേണ്ട, ചോറിന് പകരം ടാബ്ലറ്റ് കഴിക്കുകയാണ്. എത്ര ടാബ്ലറ്റ്, 10ഉം 15ഒക്കെ ടാബ്ലറ്റ് കഴിക്കുന്ന ആളുകളില്ലേ. നിന്നിട്ട് വെള്ളം കുടിക്കരുത്, മക്കളെ കൊണ്ട് കുടിപ്പിക്കരുത്, ഭാര്യമാരെ കൊണ്ട് കുടിപ്പിക്കരുത്, വലത് കയ്യിലല്ലാതെ ക്ലാസ് തുടരുത്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വരെ ഭക്ഷണം കഴിക്കാൻ. അപ്പൊ കുറെ ആളുകൾ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ കയ്യിൽ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവൂലേ, അപ്പൊ അത് ക്ലാസ്സിൽ ചളിയാവുമല്ലോ, ക്ലാസ്സിൽ വെറ്റൊക്കെ പറ്റിപ്പിടിക്കൂലേ, കറിയൊക്കെ പറ്റിപ്പിടിക്കൂലേ, അതുകൊണ്ട് ഇടത് കയ്യിൽ കുടിക്കുക. വേണ്ട, ആ ക്ലാസ് കഴുകുന്ന ക്ലാസ്സാണ്, ആ ക്ലാസ് കഴുകും. അതുകൊണ്ട് നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? കഴുകിക്കോളും. ഇപ്പൊ നമ്മൾ ഇടത് കയ്യിൽ കുടിച്ചാലും വലത് കയ്യിൽ കുടിച്ചാലും ആ ക്ലാസ് കഴുകി വെക്കും. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട? ഇടത് കയ്യിൽ കുടിക്കേണ്ട, വലത് കയ്യിൽ കുടിക്കുക. നിന്നിട്ട് കുടിക്കരുത്. രോഗം അല്ലാഹു ചികിത്സയില്ലാത്ത രോഗങ്ങൾ നൽകി അല്ലാഹു നമ്മളെ പരീക്ഷിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സ്വർഗ്ഗത്തിൽ അങ്ങനെയല്ല. നിന്നിട്ട് കുടിക്കേണ്ടവർക്ക് നിന്നിട്ട് കുടിക്കാം, ഇരുന്ന് കുടിക്കേണ്ടവർക്ക് ഇരുന്ന് കുടിക്കാം, ഇഷ്ടം പോലെ കുടിക്കാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്.
അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി ലഅലമു ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിൻഹാ, നരകത്തിൽ നിന്ന് അവസാനം പുറപ്പെടുന്ന ഒരാളെ എനിക്കറിയാം. താൻ ചെയ്ത തിന്മകളെല്ലാം, താൻ ചെയ്ത പാപങ്ങളെല്ലാം എല്ലാം അനുഭവിച്ച് നരകത്തിൽ ഇങ്ങനെ കത്തിക്കരിഞ്ഞുകൊണ്ട് അവസാനമായി സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന ഒരാളെ എനിക്കറിയാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തിന്റെ ഭയാനകത ഒന്നും കൂടി മനസ്സിലാക്കണ്ടേ. എന്താണ് നരകമെന്ന് പറഞ്ഞാൽ? നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ, ഏറ്റവും ചെറിയ ശിക്ഷ നരകത്താലുള്ള തീയിന്റെ ഒരു ചെരുപ്പ് അല്ലാഹു ധരിക്കാൻ പറയുമെന്ന്. തീനാലുള്ള ചെരുപ്പ് അല്ലാഹു ധരിപ്പിക്കും. ആ ചെരുപ്പ് ധരിച്ചാൽ കാല് മുതൽ തല വരെ തിളച്ചു മറിഞ്ഞ് കുടൽമാലകളും ആമാശയങ്ങളും ഗർഭപാത്രങ്ങളും ശരീരവും എല്ലാം വെന്തുരുകി, തലയിൽ നിന്ന് തലച്ചോറ് വെന്തുരുകി ഒലിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ ശിക്ഷയാണത്. പക്ഷേ ആ ശിക്ഷ അനുഭവിക്കുന്ന കബറാളി, ആ ശിക്ഷ അനുഭവിക്കുന്ന നരകക്കാരൻ വിചാരിക്കുന്നത്, അല്ലാഹുവേ ഏറ്റവും വലിയ ശിക്ഷയാണല്ലോ നീ എനിക്ക് തന്നത് എന്നാണ്. പക്ഷേ അത് ഏറ്റവും ചെറിയ ശിക്ഷയായിരുന്നു. മനസ്സിലായോ? ഖബറിൽ ഏറ്റവും ചെറിയ ശിക്ഷയാണ് എന്ത്? ഒരു ചെരുപ്പ് ധരിക്കാൻ കൊടുക്കും. ചെരുപ്പ് ധരിച്ചാൽ ഒക്കെ തിളച്ച് തലച്ചോറടക്കം പൊട്ടി തലച്ചോറിങ്ങനെ ഒലിക്കും. പക്ഷെ അയാൾ വിചാരിക്കെന്താ, അല്ലാഹുവേ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ നീ എനിക്കാണല്ലോ തന്നത് എന്നാണ് ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവൻ വിചാരിക്കുന്നത്. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ മാലാഖമാർ തസ്ബീഹ് ചെല്ലുന്ന, ദിക്ർ ചെല്ലുന്ന ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നുവരും. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നേരെ അല്ലാഹുവിന്റെ സന്നിധിയിലേക്കാണ് അവർ പുറപ്പെടുന്നത്. അല്ലാഹു ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോ, യുസബ്ബിഹൂനക, നിനക്ക് വേണ്ടി തസ്ബീഹ് ചെല്ലുന്നുണ്ട്. യുമജ്ജിദൂനക, നിനക്ക് വേണ്ടി യാ മജീദ് യാ മജീദ് എന്ന് നിന്നെ തംജീദ് ചെല്ലുന്നുണ്ട്. നിനക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് ചെല്ലുന്നുണ്ട്. നിനക്ക് വേണ്ടി തക്ബീർ ചെല്ലുന്നുണ്ട് എന്ന് അല്ലാഹുവിനോട് മലക്ക് പറയുമ്പോൾ, ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് പുറപ്പെടുന്ന മാലാഖമാര് നാളെ അല്ലാഹുവിനോട് നമ്മെ കുറിച്ച് പറയാനുണ്ട്. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമ്മളെ കുറിച്ച് പറയും, നമ്മൾ തസ്ബീഹ് ചൊല്ലി, ഹംദ് ചൊല്ലി, തക്ബീർ ചൊല്ലി, തഹ്ലീൽ ചൊല്ലി ഇൽമിന്റെ സദസ്സാണ്. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ മലക്കുകൾ നാളെ അവിടെ പോയി അല്ലാഹുവിനോട് നമ്മളെ കുറിച്ച് പറയും. അല്ലാഹു ചോദിക്കും, എന്തിൽ നിന്നാണ് അവർ അഭയം തേടുന്നത്? മിൻ അയ്യി ശൈഇൻ യതഅദ്ദബൂൻ, എന്തിൽ നിന്നാണ് അവർ അഭയം തേടുന്നത്? അല്ലാഹുവിനോട് മലക്കുകൾ പറയും, അല്ലാഹുവേ നരകത്തിൽ നിന്ന് അവർ കാവൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും ഒരു സെക്കൻഡ് പോലും നീ നരകത്തിൽ കടത്തല്ലേ അല്ലാഹ്. ഇത് പോയിട്ട് മലക്കുകളോട് പറയും, അല്ലാഹുവേ നരകത്തിൽ നിന്ന് അവർ കാവൽ തേടുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗത്തിൽ കിടക്കാൻ ആർക്കാണോ ഭാഗ്യം ലഭിച്ചത് അവൻ വിജയിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ ഞങ്ങളെയൊക്കെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗം ആസ്വദിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ എന്നിങ്ങനെ ദുആ ചെയ്യ, അല്ലാഹുവേ അദാബില്ലാത്ത നരകമില്ലാത്ത സ്വർഗം എനിക്ക് തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാം. ഹിസാബില്ലാത്ത നരകമില്ലാത്ത സ്വർഗം നീ എനിക്ക് തരണേ അല്ലാഹ്. സ്വർഗം എല്ലാവർക്കും കിട്ടും,
മുസ്ലിമായ എല്ലാവർക്കും സ്വർഗമുണ്ട്. പക്ഷെ എങ്ങനെ? നേരത്തെ പറഞ്ഞതുപോലെ നരകക്കാരൻ അവസാനമായി നരകത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരാളെ എനിക്കറിയാം. വർഷങ്ങളോളം നരകത്തിന്റെ ശിക്ഷയിൽ കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരത്തിൽ കിടന്നു വെന്തുരുകി അവസാനം ദുനിയാവിൽ ചെയ്ത തിന്മകളെല്ലാം അള്ളാഹു കഴുകിക്കളഞ്ഞ ശേഷം അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവസാനം സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളെയും എനിക്കറിയാം. ആരാണയാൾ? നരകത്തിൽ നിന്ന് ഇഴഞ്ഞുകൊണ്ടാണ് അയാൾ സ്വർഗത്തിലേക്ക് കടന്നു വരിക. നരകത്തിന്റെ വേദനാജനകമായ കൈപ്പേറിയ അനുഭവങ്ങളെ സഹിച്ച ശേഷം ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞയാൾ കടന്നു വരും. അപ്പോഴാണ് അല്ലാഹു അയാളെ വിളിക്കുന്നത്, വേഗം പോയിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചോ. നരകത്തിൽ നിന്ന് ഇഴഞ്ഞു വരികയാണ്. അപ്പോഴാണ് അല്ലാഹു അയാളെ വിളിക്കുന്നത്, വേഗം സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോ ആ സഹോദരൻ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സ്വർഗത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ സ്വർഗത്തിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ സ്വർഗം നിറഞ്ഞു, വാതിലടക്കപ്പെട്ടതുപോലെ സ്വർഗത്തിൽ ഒരു ഇഞ്ച് സ്ഥലമില്ല, പ്രവേശിക്കാൻ സ്ഥലമില്ലാതെ അവിടെ മുഴുവനും ഹൗസ്ഫുള്ളായതുപോലെ തോന്നും. നേരെ തിരിച്ച് അല്ലാഹുവിന്റെ സമീപത്തേക്ക് കടന്നു വരും. അല്ലാഹുവേ, നീ സ്വർഗത്തിലേക്ക് പോവാൻ പറഞ്ഞു. പക്ഷേ സ്വർഗം അല്ലാഹുവേ നിറഞ്ഞിരിക്കുകയാണ്, ഹൗസ്ഫുള്ളാണ്. എങ്ങനെയാണ് അവിടേക്ക് പോവുക? അല്ലാഹു പറയും, ഫദ്ഖുലിൽ ജന്ന, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, ഇപ്പോ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് പറയും. രണ്ടാമതും ആ സഹോദരൻ പോകുമ്പോൾ ഫയുഖയ്യലു ഇലൈഹി അന്നഹാ മൽആ, രണ്ടാമത് പോകുമ്പോഴും സ്വർഗം നിറഞ്ഞതുപോലെ അതിൽ സ്ഥലമില്ലാത്തതുപോലെ അയാൾക്ക് തോന്നുകയാണ്. വീണ്ടും അയാൾ മടങ്ങി വരുന്നു. യാ റബ്ബി വജദ്തുഹാ മൽആ, അല്ലാഹുവേ, ഞാൻ രണ്ടാമത് പോയപ്പോഴും സ്വർഗം നിറഞ്ഞിരിക്കുകയാണല്ലോ. അല്ലാഹു മൂന്നാമതും അയാൾ കടന്നു വന്നപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഫദ്ഹബ്, വേഗം പോയിക്കോ, ഫദ്ഖുലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചോ. ഫഇന്നലക മിത്ല ദുനിയാ വഅശറത അംസാലിഹാ, ദുനിയാവിന്റെ 10 ഇരട്ടി നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുമിച്ച് പോയിട്ടുണ്ട് എന്ന് അല്ലാഹു ആ സഹോദരനോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്സിലായോ? അവസാന നരകത്തിൽ നിന്ന് വരുന്ന, ചുരുക്കി പറഞ്ഞാല് ഏറ്റവും ലാസ്റ്റ് സ്വർഗത്തിൽ കയറുന്ന ആൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഓഫറാണ് ലാസ്റ്റ്. ഇപ്പൊ നാട്ടിൽ തെറ്റ് മാത്രം ചെയ്ത് ജീവിച്ചു, പക്ഷെ മുഅ്മിനായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുസ്ലിമായ ഒരാളാണ്, പക്ഷെ ജീവിതത്തിൽ നന്മ ചെയ്യാത്ത ഒരാൾ. ഇവിടെ ഏറ്റവും കൂടുതൽ തിന്മ ചെയ്ത ആളുകളായിരിക്കും ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോവുക. അയാൾക്ക് അല്ലാഹു കൊടുക്കുന്നത് എന്തെന്നറിയോ? അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ആദ്യം പോകുന്ന ആളുകൾക്ക് കിട്ടാനുള്ള ഓഫർ എന്ത്? അല്ലാഹു പറയാണ്, ഫദ്ഹബ്നി പോയിക്കോ, ഫഇന്നലക മിത്ല ദുനിയാ, ദുനിയാവും ദുനിയാവിന്റെ 10 ഇരട്ടിയും നിനക്ക് സ്വർഗത്തിലുണ്ട്, വേഗം പോയിക്കോ എന്ന് അല്ലാഹു അവസാനമായി സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളോട് പറയുമ്പോ അയാൾ പറയാണ്, അതസ്ഖറു ബി ഔ അതലഹഖു ബി, അല്ലാഹുവേ, നീ എന്നെ കളിയാക്കുകയാണോ? അല്ലാഹ്, അവസാനമായി ഞാൻ നരകത്തിൽ നിന്ന് വന്നതാണ് ശരി തന്നെ, ദുനിയാവിൽ പാപങ്ങൾ ചെയ്ത ആളാണ് ശരി തന്നെ, പക്ഷേ അല്ലാഹുവേ, നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ലാഹ്, നീ എന്നെ കളിയാക്കുകയാണോ? അല്ലാഹ്, വഅതൽ മലിക്, നീയാണ് രാജാതിരാജൻ, നീയാണ് ഇന്നത്തെ അധികാരി, നിന്റെ കയ്യിലാണ് ലോകത്തിന്റെ ചെങ്കോലുള്ളത്, നീയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, എന്നിട്ട് നീ എന്നെ കളിയാക്കുകയാണോ? അല്ലാഹ്, നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് സഹോദരൻ പറയുമ്പോ, ലഖദ് റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹിക, ഇത് പറഞ്ഞിട്ട് നബി തങ്ങൾ ചിരിക്കാൻ തുടങ്ങി. എന്നെ കളിയാക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ ചിരിക്കാൻ തുടങ്ങി എന്ന് റാവി റിപ്പോർട്ട് ചെയ്യാൻ. എന്നിട്ട് അല്ലാഹു അദ്ദേഹത്തിന് നൽകുന്നത് ദുനിയാവിന്റെ 10 ഇരട്ടി ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആദ്യം പോകുന്ന ആളുകൾക്കുള്ള ശ്രേഷ്ഠത എന്തായിരിക്കും? സ്വർഗത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും ചെറിയ സുഖം അനുഭവിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത്, അല്ലാഹുവേ, ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണെന്നാണ്.
അങ്ങനെ വിചാരിക്കുക സ്വർഗ്ഗക്കാർ. ഞാനാണല്ലോ പടച്ചോനെ ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ചെറിയ സുഖമേ, സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ സുഖമാണ് അയാൾക്ക് കൊടുത്തത്. പക്ഷേ അയാൾ പോലും ചിന്തിക്കുന്നത് ഞാനാണ് ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ, എനിക്കാണ് ഏറ്റവും വലിയ മഹത്വം ലഭിച്ചത്. നരകം നേരെ ഓപ്പോസിറ്റാണ്. ചെറിയ ശിക്ഷയുള്ളവൻ വിചാരിക്കുന്നത് അല്ലാഹുവിന് എനിക്ക് തന്നല്ലോ ഇത്രയും വലിയ ശിക്ഷ എന്നാണ്. അള്ളാഹു നമ്മൾക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനോട് അള്ളാഹു മലക്കുകളോട് ചോദിക്കും, ദുനിയാവിൽ നിന്ന് കടന്നു വന്ന നിങ്ങളെ എന്താണ് എന്റെ അടിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവർ ചോദിക്കുന്നത്? അവർ പറയും അല്ലാഹുവേ അവർ നിന്നോട് ചോദിക്കുന്നത് സ്വർഗമാണല്ലോ, അവർക്ക് വേണ്ടത് സ്വർഗമാണല്ലോ. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകൾക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു നമ്മൾക്ക് സ്വർഗം നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്ക് സ്വർഗം നൽകുമാറാവട്ടെ. പക്ഷേ സ്വർഗം വളരെ എളുപ്പത്തിൽ ലഭിക്കുമെന്ന് കരുതേണ്ട. നമ്മൾ വിചാരിക്കുന്നത് പോലെ എളുപ്പത്തിൽ സ്വർഗം ലഭിക്കൂല. ചില പൊടിക്കൈകളുണ്ട്, ചില ഷോർട്ട് കട്ടുകളുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നമുക്ക് മുമ്പേ നടന്നുപോയ മഹാന്മാരായ സ്വഹാബാക്കളോട് പറഞ്ഞത് സ്വർഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, അലാ തദുല്ലാഹ ലനാ യാ റസൂലല്ലാഹ്. നബിയേ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൂടെ നബിയേ? അലാ തസ്തൻസിറു ലനാ, അല്ലാഹുവിനോട് സഹായം ചോദിച്ചുകൂടെ നബിയേ? എത്ര കാലമായി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി പ്രയാസപ്പെടാൻ തുടങ്ങിയിട്ട്. അങ്ങ് മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ വലിയൊരടുപ്പുണ്ടാക്കി, വലിയൊരു തീക്കുണ്ടാരമുണ്ടാക്കി, ജീവനോടെ തീക്കുണ്ടാരത്തിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് നബിയേ. ആ അടുപ്പിന്റെ തീ കെട്ടുപോയത് എന്റെ ശരീരം, എന്റെ പുറംഭാഗം തട്ടിയപ്പോഴാണ്. തീ കുണ്ടാരത്തിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് നബിയേ. അപ്പൊ ഞാൻ വിചാരിച്ചു മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വന്നാൽ സമാധാനം ലഭിക്കുമെന്ന്. ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ക്രൂരമായി തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ, മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഉമർ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഉമർ തങ്ങളെ എന്റെ പുറംഭാഗമൊന്ന് നോക്കണേ. നോക്കുമ്പോൾ വെള്ളപ്പാണ്ട് പിടിച്ചതുപോലെ, പുറംഭാഗം മുഴുവനും തീ കൊണ്ട് വെള്ളപ്പാണ്ട് പിടിച്ചതുപോലെ തൊലിയെല്ലാം മുരിഞ്ഞു പോയത് മഹാനായ ഉമർ തങ്ങൾ കാണുകയാണ്. ആ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, യാ റസൂലല്ലാഹ്, മക്കയിൽ നിന്ന് പ്രയാസങ്ങൾ സഹിക്കുമ്പോ ഞങ്ങൾ വിചാരിച്ചത് മദീനയിലെത്തിയാൽ സമാധാനം ലഭിക്കുമെന്നാണ്. എന്നാൽ മദീനയിലെത്തിയപ്പോ ഇതിനേക്കാളും വലിയ പ്രയാസമാണല്ലോ. എപ്പോഴാണ് നബിയെ ഒന്ന് സമാധാനം ലഭിക്കുക? എപ്പോഴാണ് നബിയെ ഒന്ന് സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ പറ്റുക? അതുകൊണ്ടൊന്ന് ദുആ ചെയ്തുകൂടെ, ഒന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വെറുതെ സ്വർഗം ലഭിക്കൂല, പ്രയാസങ്ങളില്ലാതെ സ്വർഗം ലഭിക്കൂല, മാരകമായ സുഖങ്ങളില്ലാതെ സ്വർഗം ലഭിക്കൂല, വലിയ വലിയ കടക്കണികളില്ലാതെ സ്വർഗം ലഭിക്കൂല. കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുകയാണ്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ സഹിക്കാതെ അല്ലാഹു സ്വർഗം നൽകൂല. അതുപോലെ തന്നെ ഒരുപാട് ബാധ്യതകളില്ലാതെ, ഒരുപാട് ടെൻഷനില്ലാതെ, ഒരുപാട് അസുഖങ്ങളില്ലാതെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കാതെ സ്വർഗം ലഭിക്കുമെന്ന് കരുതേണ്ട ഖബ്ബാബ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നമാ കാന ഖബലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കാരണം മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കാരണം വലിയൊരു കുഴി കുഴിക്കുമായിരുന്നു. മുസ്ലിമായതിന്റെ പേരിൽ അവരെ കൊണ്ടുവന്നിട്ട് ഒരു കുഴി കുഴിക്കുക, അരഭാഗം വരെ കുഴിയിൽ കുഴിച്ചിട, അരഭാഗം നമ്മുടെ നടു വരെ ഇവിടെയൊക്കെ കുഴിയിൽ കുഴിച്ചിട, അരഭാഗത്തിന്റെ മുകളിൽ ഇങ്ങനെ പകുതി പുറത്ത് പകുതി അകത്ത്. എന്നിട്ട് അവരോട് ചോദിക്കും, പിന്മാറാൻ തയ്യാറുണ്ടോ? ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ? ഞാൻ പിന്മാറൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരു ദൈവത്തെയും ഞാൻ വിശ്വസിക്കൂല എന്ന് പറയുമ്പോ വലിയ ഒരു ഈർച്ചവാൾ കൊണ്ടുവന്നിട്ട് അവരുടെ തലയിൽ വെക്കുമായിരുന്നു. ഈർച്ചവാൾ, മരം മുറിക്കുന്ന വലിയ വലിയ ഈർച്ചവാൾ. ആ ഈർച്ചവാൾ കൊണ്ടുവന്ന് അവരുടെ തലയിൽ വെച്ച് അവരോട് ചോദിക്കും, പിന്മാറാൻ തയ്യാറുണ്ടോ?
ഇല്ല, ഞങ്ങൾ പിന്മാറൂല, ഞങ്ങൾക്ക് അല്ലാഹുവാണ് വലുത്, ഞങ്ങൾക്ക് അല്ലാഹുവാണ് വലുത്, ഞങ്ങളുടെ പ്രവാചകനാണ് വലുത്, ഞങ്ങൾ ഒരിക്കലും പിന്മാറൂല എന്ന് പറയുമ്പോ രണ്ട് ഭാഗത്തു നിന്ന് ഈർച്ചവാളെടുത്ത് തലയുടെ മധ്യത്തിൽ ഇങ്ങനെ മരം മുറിക്കുന്നത് പോലെ ഇങ്ങനെ ആഞ്ഞു മുറിക്കുമായിരുന്നു. തന്റെ കാലിലേക്ക് എത്തുമ്പോൾ രണ്ട് കഷ്ണമായി ഒരു ഭാഗം വലതുഭാഗത്തേക്ക്, മറ്റൊരു ഭാഗം ഇടതുഭാഗത്തേക്ക് മറിഞ്ഞു വീഴുമായിരുന്നു. എന്നിട്ട് പോലും അവർ ഇസ്ലാമിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഇങ്ങനെയുള്ള കഷ്ടപ്പാട് സഹിക്കാതെ വെറുതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് കരുതിയോ ഖബ്ബാബ്? സ്വർഗം ലഭിക്കണമെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. മരം കോച്ചുന്ന തണുപ്പിൽ രാവിലെ എണീറ്റ് സുബഹി നിസ്കാരത്തിന് വേണ്ടി കുളിക്കേണ്ടി വരും. സുബഹി നിസ്കാരത്തിന് വേണ്ടി മരം കോച്ചുന്ന തണുപ്പിൽ പല്ലൊക്കെ ഇങ്ങനെ കിടുകിടാ വിറക്കുകയാണ്. ഹൗലിന്റെ വെള്ളമാണെങ്കിൽ തണുത്ത് ഐസ് പോലെ, ഐസിന്റെ കട്ട പോലെ തണുത്തുറച്ചു നിൽക്കുകയാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ വളരെ തണുപ്പുള്ള ശക്തമായ മരം കോച്ചുന്ന തണുപ്പിൽ അല്ലാഹുവിന് വേണ്ടി ബാത്റൂമിൽ ചെന്ന് കുളിക്കേണ്ടി വരും. ഇതൊന്നും സഹിക്കാതെ അല്ലാഹു സ്വർഗം നൽകാൻ പോകുന്നില്ല. ഇതൊക്കെ സഹിച്ചാലേ സ്വർഗമുള്ളൂ. എന്താ വിചാരിച്ചത്? വെറുതെ സ്വർഗം ലഭിക്കുമെന്ന് കരുതിയോ? എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഖബ്ബാബ്, ഇതുപോലെ തന്നെ ഇസ്ലാമിൽ വിശ്വസിച്ചത് കാരണം, മുസ്ലിമായത് കാരണം ഒരാളെ കൊണ്ടുവന്നിട്ട് ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞപ്പോ ഞാൻ പിന്മാറൂല എന്ന് പറഞ്ഞതിന്റെ പേരിൽ നല്ല മൂർച്ചയുള്ള ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവരുമായിരുന്നു. തലവാർന്നെടുക്കുന്നത് പോലെ മൂർച്ചയുള്ള ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവരുമായിരുന്നു. എന്നിട്ടോ ഇസ്ലാമിൽ നിന്ന് പിന്മാറുമോ? ഇല്ല, ഇല്ല, ഞാൻ ഇസ്ലാമിൽ നിന്ന് പിന്മാറൂല എന്ന് പറഞ്ഞപ്പോ ആ മൂർച്ചയുള്ള ചീർപ്പിന്റെ കൊമ്പുകൾ ശരീരത്തിലേക്ക് തുളച്ചു കയറ്റി അതിന്റെ ഇറച്ചികൾ വാർന്നെടുക്കുമായിരുന്നു. തലയിൽ നിന്ന് പേന് വാർന്നെടുക്കുന്നത് പോലെ മനുഷ്യന്മാരുടെ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി വാർന്നെടുക്കുമായിരുന്നു. എന്നിട്ട് അവരോട് ചോദിക്കും, പിന്മാറാൻ തയ്യാറുണ്ടോ? അവർ പറയുന്നില്ല, ഇല്ല, ആമന്തു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്, ഇനി ഒരു കാരണവശാലും പിന്മാറൂല. അപ്പോഴേക്കും കൈകളിൽ നിന്ന് ഇറച്ചിയെല്ലാം വാർന്നെടുത്തു. അവസാനം ഒരസ്ഥികൂടം പോലെ കൈയിന്റെ എല്ല് മാത്രം ബാക്കിയായി. ശരീരം മുഴുവനും ഇറച്ചി കഷ്ണങ്ങൾ വാർന്നെടുത്തു. ഒരു സ്കെൽറ്റൻ ബോഡി മാത്രം ബാക്കിയായി. എന്നിട്ട് പോലും അവർ ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല. ഇതുപോലെ പ്രയാസങ്ങൾ സഹിക്കാതെ ഖബ്ബാബേ, സ്വർഗം പ്രതീക്ഷിക്കണ്ട എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അപ്പൊ പ്രയാസങ്ങളുള്ള ആളുകൾ വലിയ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ വിചാരിക്കും, എനിക്ക് അല്ലാഹുവിനോട് ദേഷ്യമുള്ളത് കൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ പരീക്ഷിക്കുന്നത്. ജോലിയില്ലാതെ മക്കൾ ഇങ്ങനെ കഷ്ടപ്പെടുക, ഭർത്താവിന് ജോലിയില്ല, ഭക്ഷണം കഴിക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന 100 കണക്കിന് വീടുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കുകയാണ്. ക്യാൻസർ കാരണം കഷ്ടപ്പെടുകയാണെങ്കിൽ, ഷുഗർ കാരണം കഷ്ടപ്പെടുകയാണെങ്കിൽ, പ്രഷർ കാരണം കഷ്ടപ്പെടുകയാണെങ്കിൽ, ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ, ദുനിയാവിന്റെ സുഖമാണല്ലോ മാധുര്യമെന്ന് പറയുന്നത്, മധുരമെന്ന് പറയുന്നത്, ആ മധുരം പോലും നുകരാൻ കഴിയാതെ ഷുഗറിന്റെ വലിയൊരു പരീക്ഷണം അനുഭവിക്കുന്ന ആളുകൾ അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറായാൽ അല്ലാഹു നിങ്ങളെ കൊണ്ടുപോകുന്നത് സ്വർഗത്തേക്കാണ്. ഇവിടെ ആരോഗ്യത്തോടെ ജീവിച്ച ആളുകൾ നാളെ മഹ്ശറയിലെത്തുമ്പോൾ പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ആരോഗ്യത്തോടെ ജീവിച്ച ആളുകൾ, നമുക്കൊരു കുറവില്ല, നല്ല കൈയും കാലും, നല്ല ജിംനാസ്റ്റിക് ബോഡി, നല്ലൊരു ജെന്റിൽമാൻ അല്ലെങ്കിൽ നല്ലൊരു ലേഡി, നമ്മളങ്ങനെ ജീവിച്ചു, ഒരു അസുഖവും നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ മരിച്ചുപോയാൽ നാളെ അല്ലാഹുവിന്റെ മഹ്ശറയിലെത്തുമ്പോൾ അവരെ അല്ലാഹു രോഗികളായ ആളുകൾക്ക് നാളെ സ്വർഗത്തിൽ നൽകുന്ന സ്ഥാനം കാണുമ്പോ,
ക്യാൻസർ ആയിരുന്നു, ഇവിടെ ക്യാൻസർ ആയിരുന്നു, 10 വർഷം ക്യാൻസറായി മരിച്ചുപോയി. അവർക്ക് അല്ലാഹു നാളെ മഹ്ശറയിൽ നൽകുന്ന സമ്മാനങ്ങൾ കാണുമ്പോ, അവരെ മഹ്ശറയിൽ ബഹുമാനിക്കുന്നത് കാണുമ്പോ, അവരെ മഹ്ശറയിൽ അല്ലാഹു ആദരിക്കുന്നത് കാണുമ്പോ, ക്യാൻസർ ഇല്ലാതെ ആഫിയത്തോടെ ജീവിച്ച ആളുകൾ, ആരോഗ്യത്തോടെ ജീവിച്ച ആളുകൾ കൊതിക്കുമത്രേ. ലൗ അന്ന ജുലൂദഹും പുരിലത്, ലൗ അന്ന ജുലൂദഹും പുരിലത് ബിമഖാരിയ മിനൻ നാർ. അല്ലാഹുവേ, എന്തിനാണ് നീ എനിക്ക് ദുനിയാവിൽ ആരോഗ്യം തന്നത്? എന്തിനാണ് റബ്ബേ നീ എനിക്ക് ആഫിയത്ത് തന്നത്? നിനക്ക് ദുനിയാവിൽ വെച്ചിട്ട് തീനാനുള്ള കത്രികകൾ കൊണ്ട് എന്റെ ശരീരം കഷ്ണിച്ചു മുറിച്ച് കഷ്ണമാക്കാമായിരുന്നില്ല റബ്ബേ. എനിക്ക് എന്തിനാണ് ആഫിയത്ത് തന്നത്? ഇത്രമാത്രം ഓഫറുകള്, ഇത്രമാത്രം സമ്മാനങ്ങള്, ഇത്രമാത്രം സ്ഥാനമാനങ്ങള് നീ സ്വർഗീയ ലോകത്ത്, പാരത്രിക ലോകത്ത് രോഗികൾക്ക് നൽകുന്നുണ്ടെങ്കിൽ എന്തേ റബ്ബേ എനിക്ക് നീ നാളെ, എനിക്ക് നീ ദുനിയാവിൽ രോഗം തരാത്തത്? ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ചു പോയ ആളുകൾ കൊതിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പക്ഷെ നിങ്ങൾ കൊതിക്കല്ലേ, രോഗം വരാൻ വേണ്ടി കൊതിക്കല്ല. അല്ലാഹു നമ്മൾക്കൊക്കെ ആഫിയത്ത് തരട്ടെ. ഇതിൽ വലിയൊരു പരീക്ഷണമാണ്. ഇങ്ങനൊരു രോഗം വന്നാൽ ക്ഷമിച്ചു നിൽക്കണം. ക്ഷമിച്ചില്ലെങ്കിൽ ഇവിടെ രോഗാണ്, അവിടെ ഇത് കിട്ടൂല്ല. ക്യാൻസറുകാരൻ, ഷുഗറുകാരൻ, ഇങ്ങനെ ഓരോ അസുഖങ്ങൾ ലഭിച്ച ആളുകൾ അല്ലാഹു നൽകിയതല്ലേ, എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ ക്ഷമിക്കാൻ തയ്യാറായാലേ ഈ ഓഫറുള്ളൂ. അല്ലാതെ ആളുകളോടൊക്കെ എന്താ അല്ലാഹ് എന്നെ നോക്കുന്നില്ല എന്നാ തോന്നുന്നത്, ഒരുപാട് കഷ്ടമല്ലോ, ഞാൻ എത്ര കാലായി രോഗിയായി കിടക്കുന്നു, ഇങ്ങനൊക്കെ പറയാൻ തുടങ്ങിയാൽ നോ ചാൻസ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ സലാം പറയാൻ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി തങ്ങളുടെ സമീപത്തേക്ക് പറഞ്ഞേക്കുകയാണ്. യാ അബൂബക്കർ, അബൂബക്കറേ, യാ അബൂബക്കർ, അബൂബക്കറേ, ജിബ്രീൽ യുഖ്രിഉക സലാം, നിനക്ക് സലാം, ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറയുന്നുണ്ട്. വഅലൈക്കും സലാം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹു ചോദിക്കുകയാണ്, സിദ്ദീഖേ, നിന്റെ അസുഖം ഭേദപ്പെട്ടോ, നിന്റെ അസുഖം ശിഫയായോ എന്ന് അല്ലാഹു ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എന്ത് അസുഖമായിരുന്നു സിദ്ദീഖ് ഉണ്ടായിരുന്നത് എന്ന് അല്ലാഹു ചോദിക്കാണ് സിദ്ദീഖ് തങ്ങളോട്. നബിയേ, 8 വർഷത്തോളമായി എന്റെ അണപ്പല്ല് അസഹനീയമായ വേദനയായിരുന്നു നബിയേ, എന്റെ അണപ്പല്ലിൽ വല്ലാത്ത വേദനയുണ്ടായിരുന്നു നബിയേ, അസഹനീയമായ സഹിക്കാൻ പറ്റാത്ത വേദന എന്റെ അണപ്പല്ലിൽ ഉണ്ടായിരുന്നു നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചോ, അല്ല സിദ്ദീഖേ, എന്നോടത് പറയാമായിരുന്നില്ലേ? എന്നോട് പറഞ്ഞൂടായിരുന്നോ? പല്ലുവേദന എന്റെ നിഴലായി തണലായി എന്റെ കൂടെ നടക്കുന്ന നിനക്ക് എന്നോടൊരു കാര്യം സൂചിപ്പിക്കാമായിരുന്നില്ലേ? അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, കൈഫ അസ്തകീ അനിൽ ഹബീബി ഇലൽ ഹബീബ്. നബിയേ, എന്റെ സ്നേഹിതനായ അല്ലാഹു എനിക്ക് തരുന്ന രോഗത്തെ ഞാൻ എങ്ങനെയാണ് മറ്റൊരു സ്നേഹിതനോട് പറഞ്ഞു കൊടുക്കുക? എനിക്ക് പടച്ചോൻ തന്ന രോഗം, അള്ളാഹുവിന്റെ സ്നേഹിതനാണ്, ആ സ്നേഹിതൻ തന്ന ഒരു രോഗം മറ്റൊരു സ്നേഹിതനോട് ഞാൻ എങ്ങനെയാണ് നബിയെ പറഞ്ഞു കൊടുക്കുക? ഇതാണ് രോഗം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. നാട്ടുകാരോടൊക്കെ പറഞ്ഞു നടക്കണ്ട. ഫോൺ വിളിച്ചിട്ട് ഗൾഫിലേക്കും നാട്ടിലേക്കും കണ്ട ആളുകളോടൊക്കെ എങ്ങനെയാണ്, സുഖാണോ? എന്ത് സുഖം, എന്ത് സുഖം, നടക്കാൻ കഴിയുന്നില്ല, നടുവേദന, നിസ്കരിക്കാൻ കഴിയുന്നില്ല, തിന്നാൻ കഴിയുന്നില്ല, ഉറക്കില്ല, പറയണ്ട. അത് പടച്ചവനോട് പറയും. എന്തിന് നാട്ടുകാരോട് പറയുന്നത്? അവർ ശിവ തരുമോ? അവർ സുഖം തരുമോ? ഏതെങ്കിലും ഒരു നാട്ടുകാർ ഇന്ന് വരെ സുഖം തന്നിട്ടുണ്ടോ? അവർക്ക് സന്തോഷം, ആശാ എനിക്ക് അതന്നെ വേണം, നീ ചെറുപ്പത്തിൽ എന്തൊക്കെ കളിച്ച് എനിക്ക് അത് വേണം, ഇത് മാത്രം പോരാ, ഇതിനപ്പുറം വേണം പ്രാർത്ഥിച്ചിട്ട് അവർ പോവാ. അതുകൊണ്ട് നാട്ടുകാരോട് പറയാൻ നിൽക്കണ്ട, അള്ളാഹുവിനോട് പറയും. അള്ളാഹുവിനോട് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നാളത്തെ സ്വർഗം നമ്മൾക്കുള്ളതാണ്. അള്ളാഹു നൽകുമാറാവട്ടെ. പനി പിടിച്ച് പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹാബി വനിതയുടെ സമീപത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബ് കടന്നു വരുമ്പോൾ പിറുപിറുക്കാൻ, ഹലാക്കിന്റെ പനി അങ്ങനെ പറയാ. നമ്മൾ പറയില്ലേ ഹലാക്കിന്റെ പനി, ഹലാക്കിന്റെ ഔലങ്കഞ്ഞല്ലേ, ഹലാക്കിന്റെ പനിയാണ്, ഹലാക്കിന്റെ പനി, ഒരു ശത്ത പനി, എന്ത് പനി പഠിച്ചോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിറുപിറുക്കാണ് ഒരു സ്വഹാബി വനിത.
അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് അവിടേക്ക് കടന്നു വരുന്നത്. നബി തങ്ങൾ ചോദിച്ചു, മാലകു തുസഫീൻ, എന്തിനാണ് ഇങ്ങനെ പിറുപിറുക്കുന്നത് നബിയേ? അൽ ഹുമ്മാ ലാ ബാറകല്ലാഹു ഫീഹാ, ഒരു ചാത്ത പനിയാണ് നബിയേ, ഒരു ഹലാക്കിന്റെ പനിയാണ് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബിൽ ഹുമ്മ, പനിയെ ചീത്ത പറയരുത്, രോഗത്തെ ചീത്ത പറയരുത്, തലവേദനയെ ചീത്ത പറയരുത്, പല്ലുവേദനയെ ചീത്ത പറയരുത്, നടുവേദനയെ ചീത്ത പറയരുത്, അസുഖങ്ങൾ ഉണ്ടായാൽ ചീത്ത പറയരുത്, കുറ്റം പറയരുത്. കാരണം ഫഇന്നൽ ഹുമ്മ, ഒരു പനി നമ്മളിലേക്കുണ്ടായാൽ ഒരു മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മരത്തിന്റെ ഇലകൾ വീഴുന്നത് പോലെ ഒരു പനി വന്നാൽ പാപങ്ങൾ മുഴുവൻ ഇങ്ങനെ വീണിപ്പോ. ഒരു തലവേദന വരുമ്പോൾ തെറ്റില്ലാതാവും. കുറെ രോഗം ഉണ്ടായാൽ മരിക്കുമ്പോൾ ഒരു അസുഖം, ഒരു തെറ്റുണ്ടാവൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലാഹുവിനൊരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു ഒരാളെ സ്നേഹിച്ചാൽ, അല്ലാഹു ഒരാൾക്ക് സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകാൻ അല്ലാഹു തീരുമാനിച്ചാൽ, വലം യബ്ലുഗ് ബിഅമലിഹി, പക്ഷേ അയാൾ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ സകാത്ത് കൊണ്ടോ സദഖ കൊണ്ടോ ഖുർആൻ കൊണ്ടോ അയാൾ അല്ലാഹു ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടില്ല. ഇന്നലിൽ ജന്നതി മിഅത് ദറജ, സ്വർഗ്ഗത്തിന് 100 തട്ടുണ്ട്, സ്വർഗ്ഗത്തിന് 100 തട്ടുണ്ട്. 8 കവാടങ്ങളും 100 തട്ടുകളുമാണ് സ്വർഗ്ഗത്തിനുള്ളത്. ഒരു കവാടത്തിന്റെ ഇടയിൽ 500 വർഷത്തെ വഴി ദൂരമുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. 8 കവാടം, 8 വാതിൽ, ആ വാതിൽ ഒരു വാതിലിന്റെയും മറ്റു വാതിലിന്റെ ഇടയിൽ 500 വർഷത്തിന്റെ ദൈർഘ്യമുണ്ട്. ചില ഹദീസ് കാണാം മക്കയുടെയും ബസ്രയുടെ ഇടയിലുള്ള ദൂരമുണ്ട്. ഒത്തിരി വിശാലായിരിക്കും സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആകെ ഒരു ഫ്ലാറ്റ് പോലെ അല്ല ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ. 100 തട്ടുള്ള ബുർജ് ഖലീഫ അല്ല സ്വർഗം എന്ന് പറഞ്ഞാൽ. നമുക്ക് വേഗം 100 തട്ട് എന്ന് പറയുമ്പോൾ ഇത് ബുർജ് ഖലീഫ തന്നെ അങ്ങനെ തോന്നുക. അല്ലല്ല, ബുർജ് ഖലീഫ അല്ല. ബുർജ് ഖലീഫിന്റെ ഒരു ഡോറും 2 ഡോറും തൊട്ടടുത്താണ്. ഇത് 500 വർഷമൊക്കെ 100 വർഷമൊക്കെ സഞ്ചരിക്കേണ്ട ദൈർഘ്യം ഈ 2 ഡോറിന്റെ ഇടയിലുണ്ടെന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അപ്പോ സ്വർഗ്ഗത്തിൽ ഉന്നതമായ തട്ട് നൽകാൻ, ദറജ നൽകാൻ അല്ലാഹു തീരുമാനിച്ചു. പക്ഷേ അയാൾ അതിന് ഒരുങ്ങിയില്ല. അയാൾക്ക് ആ ഓർമ്മയൊന്നുമില്ല. അല്ലാഹു വിചാരിച്ചത് 199ാമത് തട്ടിൽ അയാളെ കൊണ്ടുപോകണമെന്നാണ്. പക്ഷെ അയാൾ അതിനുള്ള ഒരുക്കങ്ങൾ, അയാൾ ഇങ്ങനെ ബടായും പറഞ്ഞ് നടക്ക, നാട്ടില് മടക്കി കുത്തി ഇങ്ങനെ തുമ്മാൻ ഇങ്ങനെ വിട ഇങ്ങനെ നടക്കന്നെ. പക്ഷെ എവിടെ എത്തണ്ടേ? അല്ലാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മൂപ്പർ എത്തണ്ടേ? എങ്ങനെ എത്താ? എങ്ങനെയാണ് എത്തുക? അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങളിൽ അല്ലാഹു അയാളെ മാരകമായ രോഗം നൽകും. സഹിക്കാൻ കഴിയാതെ വേദനാജനകമായ രോഗം നൽകി അല്ലാഹു പരീക്ഷിക്കും. ആ രോഗം വരുമ്പോൾ അവൻ ക്ഷമിക്കും. അങ്ങനെ ക്ഷമിക്കുമ്പോൾ 2, 3, 4 വർഷം രോഗം വന്ന് രോഗിയായി കിടക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്ത് ഈ രോഗം കാരണം അല്ലാഹു അവന്റെ ദറജ അധികരിപ്പിച്ച് ഒരു തെറ്റുപോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അല്ലാഹു അയാളെ മരിപ്പിക്കുന്നത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അല്ലേ, മഹാന്മാരൊക്കെ പെട്ടെന്ന് മരിച്ചു പോകാറില്ല. കുറച്ച് രോഗിയായിട്ടാണ് മരിച്ചു പോവുക. കുറച്ച് രോഗിയായിട്ട് കിടക്കും, പിന്നെ മരിച്ചു പോവുക. എന്തിനാണ്? അവർക്കൊന്നും കൂടി സ്ഥാനം, കാറ്റഗറി, Z കാറ്റഗറി കൊടുക്കാനാണത്. 1 മാസം രോഗിയാകും, ഒരാഴ്ച രോഗിയാകും. ആരെപ്പോ രോഗിയാതെ മരിച്ചു പോയത്? എല്ലാവരും പെട്ടെന്ന് മരിക്കൽ കുറവാണ്. മഹാനായ മാനു ഉസ്താദിനെ പോലെയുള്ള ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, നമ്മുടെ ആദരണീയരായ ഉസ്താദിനെ പോലെ മഹാനായ ശംസുൽ ഉലമ, കൂട്ടുമല ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, എല്ലാവരും മരിക്കുന്നതിന് മുമ്പ് ആഴ്ചയോ മാസങ്ങളോ രോഗിയായി കിടന്നിട്ടുണ്ട്. അതെന്തിനാ? Z കാറ്റഗറി കൊടുക്കാനാണ്. അല്ലാഹു അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോ
രോഗങ്ങളും പരീക്ഷണങ്ങളും നിങ്ങളോട് ചൊടിയുള്ളത് കൊണ്ട് തരികയല്ല, നിങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ട് തരികയല്ല. അല്ലാഹുവിനെ ഇഷ്ടക്കാരെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാ. അല്ലാഹു ഒരാളെ സ്നേഹിച്ചാൽ അയാൾ അല്ലാഹു പരീക്ഷിച്ചു കൊല്ലുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇഷ്ടമുള്ള ആളെ നന്നായിട്ട് പരീക്ഷിക്കും, നല്ല സ്നേഹമുള്ള ആൾക്ക് നല്ല പരീക്ഷണം. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഏറ്റവും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? അമേരിക്കയിലോ ചൈനയിലോ ഫിലിപ്പീനിലോ അതുപോലെ മറ്റുള്ള അമുസ്ലിം രാജ്യങ്ങളിൽ ഒരു കൊടുങ്കാറ്റ് വരുമ്പോ, ഒരു ഭൂകമ്പം വരുമ്പോ, ഒരു സുനാമി വരുമ്പോ ആകെ വിരലിൽ ഉണ്ടാവുന്ന ആളുകളെ മരിച്ചു പോകുന്നുള്ളൂ. പക്ഷേ ഒരു മുസ്ലിം രാഷ്ട്രത്ത് ഭൂകമ്പമോ കൊടുങ്കാറ്റോ സുനാമിയോ കടന്നു വന്നാൽ മരിച്ചു പോകുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. അല്ലാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാ. അല്ലാഹു ഒരാളെ സ്നേഹിച്ചാൽ അല്ലാഹു അയാൾക്ക് നിരന്തരമായ തലവേദന നൽകും, നിരന്തരമായ ഷുഗർ നൽകും, ക്യാൻസർ നൽകും, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ നൽകും. പക്ഷെ അല്ലാഹു നമ്മൾക്കൊക്കെ അസുഖമില്ലാതെ സ്വർഗം നൽകട്ടെ. ഒരു പക്ഷെ അങ്ങനെ അസുഖമുണ്ടായി ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അസുഖത്തെ ചോദിച്ചു വാങ്ങല്ല. അല്ലാഹു നമ്മൾക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ആമീൻ. ഇത്ര രോഗികൾ. നമ്മുടെ ഹമീദ് കൊളോട്ട് നല്ല ചെറുപ്പക്കാരനാണ്, നല്ല ദീനിനെ സ്നേഹിക്കുന്ന, സമസ്തയെ സ്നേഹിക്കുന്ന, SKSSF-നും SYS-നൊക്കെ ഓടിച്ചാടി നടന്നിരുന്ന ചെറുപ്പക്കാരൻ. അല്ലാഹുവേ ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ ആ ചെറുപ്പക്കാരന് ആഫിയത്ത് നൽകണേ അല്ലാ. എത്രയും പെട്ടെന്ന് ആഫിയത്തോടെ ആരോഗ്യത്തോടെ നമ്മളിലേക്ക് മടങ്ങി വരാനും കഴിഞ്ഞതിന് പകരമായി ഒന്നും കൂടി ആരോഗ്യത്തോടെ സേവനം ചെയ്യാനും ആ ചെറുപ്പക്കാരന് നീ തൗഫീഖ് നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻതശ്ശാഫി, അല്ലാഹുമ്മ അൻതശ്ശാഫി, അല്ലാഹുമ്മ അൻതശ്ശാഫി. അല്ലാഹുവേ നീയല്ലാതെ ശിഫ നൽകുന്നവനില്ല റബ്ബേ. മംഗലാപുരത്തുള്ള ഒരു ഡോക്ടർക്കും ശിഫ നൽകാൻ കഴിയില്ല റബ്ബേ. നീ വിചാരിച്ചില്ലെങ്കിൽ ലോകത്തുള്ള ഒരു കുഞ്ഞുമോനും ശിഫ നൽകാൻ കഴിയില്ല റബ്ബേ. നിന്റെ ഖളാ ആണ് റബ്ബേ ഞങ്ങൾക്ക് വേണ്ടത്, നിന്റെ വിധിയാണ് റബ്ബേ ഞങ്ങൾക്ക് വേണ്ടത്. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവേ ശിഫ നൽകാൻ നീ ഉദ്ദേശിച്ചാൽ, നീ ഇശ്ഫി എന്ന് പറഞ്ഞാൽ അവിടെ ശിഫ ലഭിക്കുമല്ലോ അല്ലാഹ്. അതുകൊണ്ട് ഡോക്ടർമാരിൽ ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല റബ്ബേ. ഭൂരിഭാഗം ഡോക്ടർമാരും മനുഷ്യന്മാരുടെ ശരീരം വെച്ച് ചൂഷണം ചെയ്യുന്നവരാണെന്ന് പറയാതിരിക്കാൻ വയ്യ. മനുഷ്യന്റെ ജീവിതം വെച്ച് ചൂഷണം ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ നമ്മുടെ കേരളക്കരയിലും കേരളത്തിന്റെ ചുറ്റുഭാഗത്തുള്ള സംസ്ഥാനങ്ങളിലുമുണ്ട്. മരിച്ചുപോയ ആളുകളെ 2-3 ദിവസം വെന്റിലേറ്ററിൽ വെച്ചിട്ട് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന മയ്യത്ത് കൊണ്ട് വിലപേശുന്ന ഡോക്ടർമാരെ, നിങ്ങൾക്കൊരു പക്ഷേ സമ്പത്ത് ലഭിച്ചേക്കാം. നിങ്ങൾ കളിക്കുന്നത് റബ്ബിനോടാണ്, മറക്കണ്ട. നിങ്ങൾ കളിക്കുന്നത് റബ്ബിനോടാണ്. ഇല്ലാത്ത രോഗം പറഞ്ഞ് വലിയ വലിയ വിലപിടിപ്പുള്ള മൂല്യമായ മരുന്നുകൾ നൽകി മനുഷ്യന്മാരുടെ ആരോഗ്യത്തെ വെല്ലുവിളിക്കുന്ന ഡോക്ടർമാരെ, അല്ലാഹുവിനെ പേടിക്കാത്ത ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ അസുഖങ്ങൾ നിങ്ങൾക്ക് നൽകി പരീക്ഷിക്കാൻ അല്ലാഹുവിന് കഴിയാഞ്ഞിട്ടല്ല. മനുഷ്യന്മാരുടെ ശരീരം വെച്ച് ചൂഷണം ചെയ്യുന്ന എത്രയോ ഹോസ്പിറ്റലുകളുണ്ട്. പ്രസവിക്കാൻ പോകുന്ന ഉമ്മമാരെ, സുഖപ്രസവം ലഭിക്കേണ്ട ഉമ്മമാരെ മനഃപൂർവ്വം സിസേറിയനാക്കുന്ന ഡോക്ടർമാരുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എന്തിനാണ് ഹറാമായ മുതലുകൾ ഒരു മനുഷ്യന്റെ ശരീരം കാരണത്തിനുകൊണ്ടുള്ള സമ്പത്ത് കൊണ്ട് എവിടേക്കാണ് ഈ മുതൽ കൊണ്ടുപോകുന്നത്? ഹറാമായ സമ്പാദ്യം കൊണ്ട് മക്കളെ തീറ്റിച്ചാൽ, കുടുംബത്തെ തീറ്റിച്ചാൽ മുസ്ലിമാണോ? സ്വർഗം കാണാൻ പറ്റൂല, നരകത്തിലേക്കാണ് പോവേണ്ടതെന്ന് മറക്കണ്ട. ഏതായാലും അല്ലാഹുവേ ഈ ഡോക്ടർമാരിലല്ല ഞങ്ങൾക്ക് വിശ്വാസം, നിന്റെ വിശ്വാസം കൊണ്ട് ചോദിക്കുകയാണല്ലോ. ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹു ശിഫ നൽകട്ടെ. എന്താ ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞാല് പെട്ടെന്നാണല്ലേ നമ്മൾ അങ്ങനെ വിചാരിച്ചു അമിതുകൊള്ളോട്ട് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയ അപകടത്തിലാവും. വലിയ പ്രശ്നം. എന്റെ ചെറുപ്പക്കാരോടൊക്കെ പറയണം, അങ്ങനെ ഒരു പോക്ക് പോകണ്ട. 10 വട്ടം പോയി നിങ്ങൾ വിചാരിക്കൂ, 2-3 വട്ടം പോകുമ്പോ കുഴപ്പമില്ലല്ലോ, ഞാൻ തരക്കേടില്ല, നല്ല ഡ്രൈവറാണ്. കാസർഗോഡിലേക്ക് ഞാൻ 10 മിനിറ്റ് കൊണ്ടെത്തി, 15 മിനിറ്റ് കൊണ്ടെത്തി. എത്തി, ശരിയാണ്. 1-2 തവണ എത്തി. ആക്സിഡന്റ് ആയി മരിച്ചുപോയ ആളുകളൊക്കെ 1, 2, 3 തവണ എത്തിയവരാണ്. പക്ഷേ 4ാമത്തെ തവണ ആക്സിഡന്റിൽ പെടും.
അല്ലെങ്കിൽ 5ാമത്തെ തവണ ആക്സിഡന്റ് വരും. നമ്മൾ ഒരു തവണ ഇങ്ങനെ 15 മിനിറ്റ് എത്തുമ്പോൾ ഞാൻ നല്ല ഉഷാറാണ്, ചങ്ങാതിമാരോടൊക്കെ പറയും ഞാൻ 15 മിനിറ്റ് കൊണ്ടാണ് അങ്ങ് കാസർഗോഡ് എത്തിയത്. ശരിയാണ്. ഇപ്പൊ 2ാമത്തെ നാളെ എത്തും, നീ മറ്റന്നാൾ എത്തും. പക്ഷെ 4ാമത്തെ തവണ ഇതാ എല്ലാവരും പെട്ടത് ഇങ്ങനെയാണ്. ആർക്കും ഡ്രൈവിംഗ് അറിയാഞ്ഞിട്ടല്ല, ആർക്കും സ്പീഡ് കുറച്ചോ കൂട്ടിയോ പോകാൻ അറിയാഞ്ഞിട്ടല്ല. പടച്ചോന്റെ വിധിയാണ്. അല്ലാഹു നമ്മളൊക്കെ ആക്സിഡന്റിൽ നിന്ന് കാക്കുമാറാവട്ടെ. വണ്ടിയിൽ കയറുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറി ആ ഒരു അപകടം ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. പടച്ചോനെ വരമേൽപ്പിച്ചിട്ടാ കയറുന്നത്, ഒരു അപകടം ഉണ്ടാവില്ല. വണ്ടിയിൽ കയറുമ്പോൾ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ബസ്സാണെങ്കിലും ട്രെയിനാണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും കയറുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് കയറാണ്. ومن يتوكل على الله فهو حسبه ومن يتوكل على الله فهو حسبه. ആരെങ്കിലും അല്ലാഹുവിനെ പരമേൽപ്പിച്ചാൽ പിന്നെ അവർക്ക് യാതൊരു പേടിയും വേണ്ട, ഒരു പേടിയും വേണ്ട. 100ൽ 110% വിശ്വസിക്കുക. ഖുർആനാണ്. നിങ്ങൾ ഏത് വിഷയത്തിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് സഹായം വേണോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 140 സ്പീഡിൽ പോവാന്നല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ തവക്കൽതു അലല്ലാഹ് പഠിച്ചോന്ന് ഏൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, ഇനി അപകടം ഉണ്ടാവില്ല, അതല്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ ഞങ്ങൾ തവക്കുലാക്കാറുണ്ട്, എങ്ങനെയാണ് നബിയെ തവക്കുലാക്കേണ്ടത്? ഞങ്ങളുടെ കൈകളിലുള്ള ഒട്ടകം കെട്ടിയിട്ടിട്ടാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയേണ്ടത്, അല്ല ഖൈറൂര് വിട്ടിട്ടാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയേണ്ടത്? കേൾക്കുന്നുണ്ടോ? ഉറക്കം വരുന്നോ? നിങ്ങൾക്ക് ഉറക്കം വരുന്നോ? എണീറ്റിക്കണോ? മഞ്ഞൊക്കെ വീഴുന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമാപനാണ്. 11:15 ഇനി കുറേ ഞാൻ പോകില്ല, കുറച്ച് പോകും. 12 മണിയാകുമ്പോൾ ചീരണി വാങ്ങിയിട്ട് നമുക്ക് പോകണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, അല്ല നബിയെ ഞങ്ങൾ തവക്കുലാക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒട്ടകമുണ്ട്, ആ ഒട്ടകം തൊഴുത്തിൽ നമ്മുടെ ആലയിൽ കെട്ടിയിട്ടിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയണോ, അല്ല ഞാൻ തൊഴുത്തിലൊന്നും കെട്ടിയിടുന്നില്ല, നമ്മൾ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് നിർത്തി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നീ നിന്റെ തൊഴുത്തിൽ കെട്ടിയിട്ട ശേഷം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞേക്ക്. ആ വണ്ടിയെ, ആ വാഹനത്തെ, ആ ഒട്ടകത്തെ ഒരാളും കൊണ്ടുപോകൂല, അല്ലാഹു സംരക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ മാന്യമായിട്ട് പോവാൻ 40 സ്പീഡിൽ 50 സ്പീഡിൽ ഇങ്ങനെ പോവാൻ. അങ്ങനെ പോയി നമ്മളെ ഭാഗം നോക്കി ഹോൺ അടിച്ച് സീറ്റ് ബെൽറ്റ് ധരിച്ച് ഹെൽമെറ്റ് ധരിച്ച് പോയി. എന്നാൽ അപകടം ഒരിക്കലും വരൂല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അടുത്തിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു ലോറി ഒരു ജംഗ്ഷനിലേക്ക് ഇടിച്ച് കയറി 7 വണ്ടികളാണ് പൂട്ടിയായത്. അവിടെ ആരാണ് മരിച്ചെന്നറിയാം? ഒരു പാവം, ഒരു ബൈക്കുകാരൻ. ആ ബൈക്കുകാരന് വണ്ടി ഇടിച്ചു, കുത്തി, എന്നിട്ട് വേറൊരു ഇന്നോവയിലേക്ക് ഇടിച്ചു, വേറൊരു ജീപ്പിലേക്ക് ഇടിച്ചു, എന്നിട്ട് അയാളെ മരിച്ചു പോയത്. അയാൾ നിരപരാധിയാണ്. ഇങ്ങനെ അപകടം വരാതിരിക്കാൻ നമ്മളറിയാതെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഗൾഫിലേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാർ ഗൾഫിൽ നിന്ന് വരുന്നതാണോ പോകുന്നതാണോ എനിക്ക് സംശയമാണ്. ഇന്നോവയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടാങ്കർ ലോറി അവരുടെ ഇന്നോവയുടെ മുകളിലേക്ക് മറിഞ്ഞിട്ട് 4-5 ചെറുപ്പക്കാർ മരിച്ചിട്ട് വർഷങ്ങളായിട്ടില്ല. അങ്ങനൊരു അപകടം നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വണ്ടിയിൽ കയറിയാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് വണ്ടി കയറിയത്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷനേ വേണ്ട, അല്ലാഹു നമ്മൾ സംരക്ഷിച്ചോളും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭീഷണങ്ങൾ അല്ലാഹു നൽകുന്നത് സ്വർഗ്ഗത്തിലേക്ക് പോകാനാണ്. അതാണ് അല്ലാഹു ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, യാ ഖബ്ബാബ്, പരീക്ഷണങ്ങളില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് കരുതേണ്ട. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അം ഹസിബതും മാ തദ്ഖുലുൽ ജന്നഹ വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാഉ വൽ ളർറാ വസുൽസിലൂ
حتى يقول الرسول والذين آمنوا معه متى نصر الله. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അം ഹസിബതും അഫഹസിബതും തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വെറുതെ പുഷ്പം പോലെ കടന്നു പോകാൻ പറ്റുമെന്ന് കരുതിയോ ഖബ്ബാബ്? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുൻകാമികളായ പൂർവസൂരികളായ പ്രവാചകന്മാരും അവരുടെ സമുദായവും അനുഭവിച്ചതുപോലെ അതുപോലെയുള്ള പരീക്ഷണങ്ങൾ സഹിക്കാതെ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് കരുതിയോ ഖബ്ബാബ്? മസ്സതുഹുൽ ബഅസാഉ വല്ലറാ, അവർ അനുഭവിക്കാത്ത രോഗങ്ങളില്ല, അവർ അനുഭവിക്കാത്ത പീഡനങ്ങളില്ല, അവർ അനുഭവിക്കാത്ത പ്രയാസങ്ങളില്ല. അവർ പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്, അവരുടെ കൈകാലുകൾ വിറച്ചിട്ടുണ്ട്. എന്തിനേറെ പറയണം, അവരുടെ പ്രവാചകന്മാര് പോലും ഓടിച്ചു വിറച്ചിട്ടുണ്ട്. എന്നിട്ട് അവരുടെ പ്രവാചകനും അവരുടെ കൂടെയുള്ള ആളുകളും അല്ലാഹുവിനോട് സഹിക്കാൻ കഴിയാതെ ചോദിക്കാൻ തുടങ്ങി, അല്ലാഹുവേ, എത്ര കാലമാണ് ഈ പരീക്ഷണങ്ങൾ സഹിക്കുന്നത്? എത്ര കാലമാണ് ഈ പ്രയാസം സഹിക്കുന്നത്? എന്നാണ് നിന്റെ വിജയം വരിക? എന്നാണ് നിന്റെ സന്തോഷം വരിക? എന്നാണ് നിന്റെ സമാധാനം വരിക? അതുകൊണ്ട് വിജയം തരണേ, വിജയം തരണേ എന്ന് മഹാന്മാരായ പ്രവാചകന്മാര് പോലും അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. ഖബ്ബാബ് ഇതുപോലെ പ്രയാസങ്ങൾ സഹിക്കാതെ സ്വർഗം ലഭിക്കുകയില്ല എന്ന് പറയുമ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരോട് സഹോദരന്മാരോട് പറയാനുള്ളത്, ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. അല്ലാഹു ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷെ സ്വർഗത്തെ നമ്മൾ ചോദിക്കണം, സ്വർഗത്തെ ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യുഫതല മിൻ സ്വലാത്തിഹി, ഒരു മുസ്ലിമായ സഹോദരൻ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ, വലം യസ്അലില്ലാഹൽ ജന്ന, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി പൊടിയും തട്ടി എണീറ്റോടേണ്ട ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിസ്കാരം കഴിഞ്ഞാൽ പൊടിയും തട്ടി എണീറ്റ് ഓടിപ്പോവണ്ട. കുറച്ച് സമയം ഇവിടെ ഇരിക്കേ, കുറച്ച് സമയം ഇവിടെ ഇരിക്കേ. വലം യസ്അലില്ലാഹൽ ജന്നത സലാത്ത, നിസ്കാരം കഴിഞ്ഞ് 3 തവണ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചില്ലെങ്കിൽ ഇല്ലാ ഖാലത്തുൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹുവിനോട് പറയുമത്രേ, യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ, അബ്ദുക ഫുലാനുൻ ഫതല മിൻ സലാത്തി, നിന്റെ ഇന്നാലിന്ന അടിമ നിസ്കാരം കഴിഞ്ഞു, വലം യസ്അൽക തുദ്ഖിലഹുൽ ജന്ന, പക്ഷേ അയാളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാൻ നിന്നോട് ദുആ ചെയ്തിട്ടില്ലല്ലോ. വൃത്തികെട്ട ചെറുപ്പക്കാരൻ, എന്തോ ഒരു മോശക്കാരനാണ് അയാൾ, അയാൾ വൃത്തികെട്ടവനാണ് എന്ന് സ്വർഗ്ഗം അല്ലാഹുവിനോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വഇദാ തലബൽ അബ്ദു മിർ റബ്ബിഹിൽ ജന്ന, ഒരാൾ നിസ്കാര ശേഷം 3 തവണ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചാൽ ഖാലത്തിൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹുവിനോട് പറയുമത്രേ, യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്ന അബ്ദക ഫുലാനൻ ഖദ് തലബ മിൻക അൻ തുദ്ഖിലഹുൽ ജന്ന, അല്ലാഹുമ്മ ലാ തഹരിംഹു മിന്നി, അയാൾ സ്വർഗ്ഗം നിന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അയാളെ എന്നിൽ നിന്ന് നീ ഹറാമാക്കല്ല. നിസ്കാരം കഴിഞ്ഞിട്ട് സ്വർഗം ചോദിച്ച ആളല്ല അയാൾ. എന്നാലെന്ന് മുഹമ്മദ് സിദ്ദീഖ്, എന്നാലെന്ന് സൈനുദ്ദീൻ, അയാള് നിസ്കാരം കഴിഞ്ഞിട്ട് സ്വർഗം ചോദിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ലാ തഹരിംനി മിൻഹു, അയാളെ എനിക്ക് തരണം അല്ലാഹ്, അയാളെ നീ സ്വർഗത്തിലേക്ക് തരണം റബ്ബേ. എന്നിട്ട് അല്ലാഹുവിനോട് പറയാണ്, വല്ലാഹുമ്മ ലാ തഹരിംനി മിൻഹു, എന്നെ ആ മനുഷ്യനെ നീ ഹറാമാക്കല്ലേ, ആ മനുഷ്യന് എന്നെയും ഹറാമാക്കരുത് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുവരണേ അല്ലാഹ് എന്ന് സ്വർഗം പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നമ്മളത് ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ടോ? നിസ്കാരം കഴിഞ്ഞിട്ട് പഠിച്ചോൻ എനിക്ക് സ്വർഗം തരണമെന്ന് ചോദിക്കാറുണ്ടോ? ഇല്ലേ? ചോദിക്കാറില്ലേ? ഉണ്ട്. നിങ്ങൾ ചോദിക്കുന്നു എനിക്കറിയില്ല, ചോദിക്കാറുണ്ട് നമ്മള്. അല്ലാഹുമ്മ ഇന്നക ആതസ്സലാം
അല്ലാഹുവേ നീയാണ് ശാന്തി. വമിൻകസ്സലാം നിന്നിൽ നിന്നാണ് ശാന്തി. വഇലൈക യർജിഉസ്സലാം നിന്നിലേക്കാണ് ശാന്തി മടങ്ങുന്നത്. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം അതുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. സലാമിന് സ്വർഗ്ഗം എന്നർത്ഥമുണ്ട്. അല്ലാഹുവേ അതുകൊണ്ട് സ്വർഗ്ഗം നൽകണേ അല്ലാ. വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം അല്ലാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാ. ചോദിക്കാറുണ്ട് വഅദ്ഖിൽനി ബിറഹ്മതിക ദാറസ്സലാം. എല്ലാ നിസ്കാര ശേഷവും ഇത് ചെല്ലാറുണ്ടല്ലോ. 5 വക്ത് നിസ്കാര ശേഷം ഇത് ചെല്ലണം. ഇത് ചെല്ലാത്തവനെ കുറിച്ചിട്ട് സ്വർഗ്ഗം പറയും ചെറുപ്പക്കാരൻ വൃത്തികെട്ടവൻ എന്ന് പറയും. നിങ്ങൾ എണീറ്റ് ഓടിക്കോളി, നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടിട്ടേ ഓടിക്കോളി. സ്വർഗ്ഗങ്ങളെ കുറിച്ച് പറയുന്നത് ഇതാണ്, മനസ്സിലായി. അതുകൊണ്ട് ഇത് അറിയില്ലേ, പഠിച്ചോൻ എനിക്ക് നീ സ്വർഗ്ഗം തരണമെങ്കിലും ഒന്ന് നിസ്കാര ശേഷം ദുആ ചെയ്യ്. അല്ലാഹു നമ്മൾക്കൊക്കെ സ്വർഗ്ഗം നൽകട്ടെ, അല്ലാഹു നമ്മൾക്ക് സ്വർഗ്ഗം നൽകുമാറാവട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സ്വർഗ്ഗത്തെ സൃഷ്ടിച്ചപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കുകയാണ്. സ്വർഗ്ഗത്തെ അല്ലാഹു സൃഷ്ടിക്കുകയാണ്. സൃഷ്ടിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു, യാ ജിബ്രീൽ, ജിബ്രീലേ ഞാൻ സ്വർഗ്ഗം സൃഷ്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് സ്വർഗ്ഗം ഒന്ന് സന്ദർശിച്ചു വരണം. വീടുണ്ടാക്കിയാൽ നമ്മൾ കൊണ്ടുവരുമല്ലോ കുറെ ആളുകളെ. എന്റെ വീട് എങ്ങനെ, എന്റെ കിച്ചൺ എങ്ങനെ നമ്മൾ കൊണ്ടുപോകൂലേ? ആദ്യം കാണിക്കുക എന്റെ ബാത്റൂമാണ്. ഓ മാഷാ അല്ലാഹ് നല്ല ബാത്റൂം. 1 ലക്ഷം രൂപ ബാത്റൂമിന് ചെലവഴിച്ചു. 2 ലക്ഷം ബാത്റൂം. ഞാൻ ഇപ്പോൾ എടുത്തിട്ടൊരു വീട്ടിൽ സന്ദർശിക്കാനിടയായി. വടകര ഭാഗത്ത് 2.5 കോടി രൂപയുടെ ഒരു വീടാണ്. 5 ബെഡ്റൂമാണുള്ളത്. 5 ബെഡ്റൂമും ഡിഫറെന്റ് സ്റ്റൈൽ. 1.5 വീടാണ്, കാണേണ്ട വീടാണ്. 2.5 കോടി കൊണ്ട് ചെലവഴിച്ച വീടാണ്. അങ്ങനെ കുറെ വീടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ വീടൊക്കെ കിട്ടോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ പിരിവിനക്കാരെങ്കിലും വന്നാൽ കൊടുക്കുക. അതേപോലെ നമ്മൾ മാത്രം വീട് കെട്ടിയിട്ട് കാര്യമില്ല. പാവങ്ങൾ വന്ന പാവങ്ങൾക്കും കൊടുക്കുക. പള്ളി കെട്ടണമെന്ന് പറഞ്ഞാൽ പള്ളിക്കും കൊടുക്കുക. മദ്രസ കെട്ടണമെന്ന് പറയുമ്പോൾ എന്റെ 2.5 കോടി മദ്രസയ്ക്ക് വേണ്ടി, എന്റെ വീടിന് വേണ്ടി ചെലവഴിച്ചപ്പോ ഒരു 50,000 മദ്രസയ്ക്ക് കൊടുക്കണ്ടേ? 2.5 കോടി എന്ന് പറഞ്ഞാൽ എത്ര? 50 ലക്ഷം, 100 ലക്ഷം, 200 ലക്ഷം, 250 ലക്ഷം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കാൻ പറ്റില്ല. 250 ലക്ഷം എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. നല്ല മനുഷ്യനാണ് അത്രയാൾ. നല്ല സംഭാവന ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സമസ്തയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഓടിച്ചാടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. നമ്മളെ പോലെ 10 ബക്കറ്റിലിടുക, അല്ല 50,000 ചെക്ക് കൊടുക്കുന്ന വ്യക്തിയാണ്. അള്ളാഹു നിലനിർത്തട്ടെ, അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ തന്നെ കഷ്ടപ്പാടാണ്. സ്വർഗ്ഗം തന്നെ പറഞ്ഞാൽ തന്നെ കഷ്ടപ്പാടാണ്. നരകം എന്ന് പറഞ്ഞാൽ തന്നെ സുഖങ്ങളാണ്. എന്നിട്ട് സ്വർഗ്ഗം സൃഷ്ടിച്ചു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു, ജിബ്രീലെ ഒന്ന് പോയി കറങ്ങി വാ. കൈഫ വജദ്തഹ, എങ്ങനെയുണ്ട് സ്വർഗ്ഗം? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വല്ലാഹു, അല്ലാഹുവാണ് സത്യം, ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹാ. അല്ലാഹുവേ സ്വർഗ്ഗം ഞാൻ കണ്ടു. ലോകത്തുള്ള എല്ലാവരും സ്വർഗ്ഗത്തിൽ കടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്വർഗ്ഗം സൃഷ്ടിച്ചിട്ട് കാണാൻ പോയതാണ്. വല്ലാത്ത സ്വർഗ്ഗം, അമേസിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? മാഷാ അല്ലാഹ്, ഈ സ്വർഗ്ഗത്തിൽ എല്ലാവരും ഇവിടെ തന്നെ. ഇതിനെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾ സ്വർഗ്ഗത്തിൽ നിന്ന് എനിക്ക് ഉറപ്പാണ്. നരകം സൃഷ്ടിച്ചു, നരകം കാണിച്ചു കൊടുത്തു. അല്ലാഹുവേ, അല്ലാഹുവേ, നീ തന്നെയാണ് സത്യം അല്ലാഹ്, നീ തന്നെയാണ് സത്യം അല്ലാഹ്. നരകത്തെ കുറിച്ച് ഒരാൾ കേട്ടാൽ ഇതിലൊരാൾ പോലും ഉണ്ടാവൂല റബ്ബേ, ഒരാളുണ്ടാവൂല എന്ന് എനിക്ക് തോന്നുന്നത്. ഈ നരകം കാണുമ്പോ ഒരു കുഞ്ഞു മോനും നരകത്തിലുണ്ടാവൂല എന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാവരും സ്വർഗ്ഗത്തിലുണ്ടാവും. ഇത് കേട്ടപ്പോൾ അല്ലാഹു തആല ഒന്ന് മോഡിഫൈ ചെയ്യാൻ, സ്വർഗ്ഗത്തെ മോഡിഫൈ ചെയ്യാൻ. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ അല്ലാഹു തആല ആ നരകത്തെ ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, നരകത്തിന്റെ ചുറ്റും കഷ്ടപ്പാടുകൾ ഉണ്ടാക്കി. മാറാരോഗം, വലിയ വലിയ രോഗങ്ങള്, പ്രയാസങ്ങള്, സുബഹിക്കണിച്ചിട്ട് കുടിക്കുക, സുബഹിക്കണിച്ചിട്ട് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, ഇങ്ങനെയുള്ള പ്രയാസങ്ങള്, ശക്തമായ ചൂടുള്ള നട്ടുച്ചയിൽ വെള്ളം പോലും കുടിക്കാതെ നോമ്പ് നോക്കുക, തനിക്കും തന്റെ മകൾക്കും പോലും സാമ്പത്തികമായി ജീവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതിൽ നിന്നൊരു തുക എടുത്തിട്ട് പള്ളിക്ക് കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ പ്രയാസങ്ങളാണ് സ്വർഗത്തിന്റെ മുന്നിലുള്ളത്. ജിബ്രീലിനെ വീണ്ടും പറഞ്ഞേച്ചു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, അല്ലാഹുവേ, ഇപ്പോൾ ഞാൻ പേടിക്കുന്നത് ആരെങ്കിലും നീ സ്വർഗത്തിൽ കടക്കുമോ എന്നാണ്. നേരത്തെ പറഞ്ഞത് എന്താ? എല്ലാവരും ഇതിനെക്കുറിച്ച് കേട്ട സ്വർഗത്തിലായിരിക്കും. ഇപ്പൊ പറയുന്നത് എന്താ? ഇനി ആരെങ്കിലും കടക്കോ പഠിച്ചോണം, ഇതിന്റെ ചുറ്റും കഷ്ടപ്പാടാണല്ലോ.
പിന്നെ നരകത്തിലേക്ക് അയച്ചു. നരകത്തിന്റെ ചുറ്റും നല്ല സിനിമ കാണല്, സീരിയൽ കാണല്, കള്ളു കുടിക്കല്, പെണ്ണ് പിടിക്കല്, കഞ്ചാവടിക്കല്. മാഷാ അല്ലാഹ്, എന്താ സുഖം. ജിബ്രീൽ പറഞ്ഞു, അല്ലാഹുവേ എല്ലാവരും മിക്കവാറും നരകത്തിലായിരിക്കും. എനിക്ക് തോന്നുന്നത് എല്ലാവരും നരകത്തിലായിരിക്കും. കാരണം എന്താ രസം സിനിമ കാണാൻ. നല്ല തണുപ്പുണ്ടാകുമ്പോ AC ഒക്കെ ഓൺ ചെയ്ത് പുതപ്പിൽ ഇങ്ങനെ പുതച്ചുറങ്ങാൻ എന്താ രസം. നട്ടുച്ചയ്ക്ക് ജ്യൂസ് കുടിക്കാൻ എന്താ രസം അല്ലേ. കണ്ട പെണ്ണിന്റെ പിന്നാലെ വായ നോക്കി നടക്കാൻ എന്താ രസം. ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് മിക്കവാറും ആളുകളൊക്കെ നരകത്തിലായിരിക്കും. നരകത്തിന്റെ ചുറ്റും പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങളെ മറികടക്കുമ്പോഴാണ് ഒരാൾ സ്വർഗത്തിലെത്തുക. അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകട്ടെ. എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാൻ ചില വഴികളുണ്ട്. അള്ളാഹു തആല പെണ്ണുങ്ങളോട് പറഞ്ഞുവല്ലോ, അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പെണ്ണുങ്ങളെ നിങ്ങൾ 4 കാര്യം ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം തരാം. നമ്മൾ എത്ര ചെയ്താലും ഒരു പക്ഷേ സ്വർഗത്തിൽ എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷെ പെണ്ണുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ 4 കാര്യം ചെയ്ത് നിങ്ങൾക്ക് സ്വർഗം തരാം. എളുപ്പാണ്. 4 കാര്യം ചെയ്താൽ മതി. സ്വർഗം തരാമെന്നല്ല, സ്വർഗത്തിന്റെ 8 കവാടത്തിൽ ഇഷ്ടമുള്ളത് തരാം. ഇഷ്ടമുള്ളത് തരാം. 8 കവാടമുണ്ട്, അത് ഇഷ്ടമുള്ളത് തരാമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെണ്ണുങ്ങളോട് പറയാണ്, എന്താണ് സഹോദരിമാരെ, ഈ 4 കാര്യം ചെയ്താൽ നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട. ഈ 4 കാര്യം ചെയ്താൽ മതി, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. സ്വർഗമുണ്ടെന്നല്ല, ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടന്നു പോകാം. ആ കവാടത്തിലൂടെ ആകെ ഒരാൾക്കേ പോകാൻ അവകാശം കൊടുത്തിട്ടുള്ളൂ. അതാരാ? നിങ്ങളിങ്ങനെ മുണ്ടാണ്ടെന്നാ ശരിയാവൂലേ? ആരാണത്? നല്ല ഷോക്ക് ഉണ്ട് മൈക്ക്. എന്തത് ഷോക്ക്? എർത്ത് കൊടുക്കാൻ. ആരാണത്? ആകെ ഒരാൾക്ക് ഏത് കവാടത്തിലൂടെയും പോവാന്ന് പറഞ്ഞ ഒരാളോടാണ്. അതാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്. ഒന്ന് എണീറ്റ് നോക്കട്ടെ, ഒന്ന് എണീറ്റ് എല്ലാവരും. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരുന്നോ? ഒക്കെ പോയാ? ഞാൻ നിർത്താനിട്ടെ, പേടിക്കണ്ട, വേഗം നിർത്താൻ. എനിക്ക് തീരെ താല്പര്യമില്ല ഇങ്ങനെ വൈകിട്ട് പ്രസംഗിക്കാൻ. പക്ഷെ നമ്മുടെ നാട്ടിൽ 10 മണിക്കല്ലാതെ പരിപാടി തുടങ്ങൂല. വലിയൊരു പ്രശ്നമാണ്. എന്തെന്നറിയ കാരണം അറിയില്ല. 10 മണിക്ക് തുടങ്ങുള്ളൂ. പക്ഷെ അതൊക്കെ മാറണം. നമ്മൾക്ക് വേഗം വേൽ പറഞ്ഞ് 9 മണിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങുന്നൊരവസ്ഥ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഒരാൾക്ക് അങ്ങനെ അവകാശമുള്ളത് ആരെന്നറിയോ? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നമുക്കൊക്കെ ഇതിൽ പോകാനൊരു വഴിയുണ്ടൊക്കെ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളോട് പറഞ്ഞു, പെണ്ണുങ്ങളെ 4 കാര്യം ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം തരാം. എന്താണ് ആ 4 കാര്യം? ഇദാ സല്ലത്ത് ഖംസഹാ, 5 വക്ത് നിസ്കരിച്ചാൽ മതി. നിങ്ങൾ സുന്നത്ത് പോലും നിസ്കരിക്കണ്ട. നിങ്ങൾ 5 വക്ത് നിസ്കരിച്ചു കൃത്യമായി. ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുക. സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ, ളുഹർ ബാങ്ക് വിളിക്കുമ്പോൾ, അസ്ർ, മഗ്രിബ്, ഇശാ ഇങ്ങനെ ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായി 5 വക്ത് നിസ്കരിക്കണേ. നഷ്ടപ്പെട്ടു പോയ ഖലാ വിട്ടേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? അശുദ്ധിയുള്ള സമയങ്ങളിൽ നിസ്കാരം ഖലാ വിട്ടേണ്ട ആവശ്യം പോലുമില്ല. അപ്പൊ മാസത്തിൽ 23 ദിവസം നിസ്കരിച്ചാൽ മതി. ഇത്ര മതി. നമ്മൾ 30 ദിവസം നിസ്കരിക്കണം. മനസ്സിലായ? 23 ദിവസം കൃത്യമായി നിസ്കരിക്കുക. എന്തൊരു ഓഫറാ പെണ്ണുങ്ങൾക്ക്. പടച്ചോൻ എന്തൊക്കെ ഓഫർ നൽകി. എന്നിട്ട് ആളുകൾ പറയാ ഇസ്ലാം പെണ്ണുങ്ങൾക്ക് സ്ഥാനം നൽകുന്നില്ല. ഞാൻ ആലോചിക്കുക, പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന ഓഫർ ആണുങ്ങൾക്ക് തന്നിട്ടില്ല. ഇസ്ലാം ഏറ്റവും സ്ഥാനം കൊടുത്ത പെണ്ണുങ്ങൾക്കാണ്. പിന്നെ പറഞ്ഞു, പെണ്ണെ കൃത്യമായി നോമ്പ് നോക്ക്. നഷ്ടപ്പെട്ടു പോയ നോമ്പ് അടുത്ത റമളാനിന് മുമ്പ് ഖലാ വിട്ടണം. ഖലാ വിട്ടിയാലോ റമളാനിൽ നോക്കുന്ന അതേ നോമ്പിന്റെ പ്രതിഫലം ഖലാ വിട്ടുമ്പോൾ പെണ്ണുങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആണുങ്ങൾക്ക് കിട്ടൂല. നമ്മളൊരു നോമ്പ് ഖലായി നമ്മൾ പിന്നെ ശവ്വാലിൽ വിട്ടാൻ നമുക്ക് ഖലായ പ്രതിഫലം ഉണ്ടാവും. അല്ലാതെ പിന്നെ റമളാനിൽ നോക്കുന്ന നോമ്പിന്റെ പ്രതിഫലം നമുക്ക് കിട്ടൂല. പക്ഷെ പെണ്ണുങ്ങൾക്ക് റമളാനിൽ നോക്കുന്ന അതേ പ്രതിഫലം അല്ലാഹു കൊടുക്കും. വസാമത്ത് ശഹ്റഹാ, നിങ്ങൾ കൃത്യമായി നോമ്പെടുക്കണേ. വഹസുനത്ത് ഫർജഹാ, ഔറത്ത് മറച്ച് നടക്കണേ. പെണ്ണുങ്ങളെ നിങ്ങൾ ഇതാണ് കാര്യമായി ശ്രദ്ധിക്കേണ്ടത്. ഔറത്ത് മറച്ച് നടക്കേ. നമ്മുടെ ശരീരം, നമ്മുടെ മുഖം, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ നാട്ടുകാരെ കാണിച്ച് നടക്കല്ലേ. അന്യപുരുഷന്മാരെ കാണിച്ച് നടക്കല്ലേ. സ്കൂളിലേക്ക് പോവുകയാണെങ്കിലും, ക്യാമ്പസിലേക്ക് പോവുകയാണെങ്കിലും, മദ്രസയിലേക്ക് പോവുകയാണെങ്കിലും ഔറത്ത് മറച്ച് നടക്കണേ പെണ്ണുങ്ങളെ. സ്കൂളിന്റെ യൂണിഫോം ഏതുമാവട്ടെ ഔറത്ത് മറക്കാനുള്ള സംവിധാനങ്ങൾ
സംവിധാനങ്ങളുണ്ടല്ലോ, ഔറത്ത് മറക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. ഔറത്ത് മറച്ചു നടന്നാൽ കല്യാണം കഴിഞ്ഞവർക്കാണ് 4 കാര്യം, കല്യാണം കഴിയാത്തവർ 3 കാര്യം ചെയ്താൽ തന്നെ സ്വർഗത്തില്. കല്യാണം കഴിയുന്നതിന് മുമ്പ് പെണ്ണ് മരിച്ചു പോയാലോ, കല്യാണം കഴിയുന്നതിന് മുമ്പ് ഒരു പെണ്ണ് മരിച്ചു പോയാലോ, കല്യാണം കഴിയാൻ ഭാഗ്യം കിട്ടിയില്ല, ഹസ്നത്ത് ഫർജഹ, ഔറത്തൊക്കെ നടന്നു, നിസ്കരിച്ചു, നോമ്പ് നോറ്റു, പെണ്ണിന് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏത് കവാടവും ഞാൻ തരാമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണിത്. കല്യാണം കഴിഞ്ഞവരോ ഭർത്താവിനെ അനുസരിച്ചാൽ പെണ്ണേ നിന്റെ സ്വർഗത്തിന്റെ താക്കോല് ഭർത്താവിന്റെ കൈകളിലാണ്. സ്വർഗത്തിൽ പോകണോ, താക്കോല് ഭർത്താവിന്റെ കൈകളിൽ നിന്ന് വാങ്ങണം. ആണുങ്ങളെ, ചെറുപ്പക്കാരാ, ഭർത്താക്കന്മാരെ, നിങ്ങളുടെ സ്വർഗത്തിന്റെ താക്കോല് നിങ്ങളുടെ പെണ്ണുങ്ങളുടെ തലയണയുടെ അടിയിലല്ല, നിങ്ങളുടെ ഉമ്മയുടെ കൈകളിലാണ് നിങ്ങളുടെ സ്വർഗത്തിന്റെ താക്കോല്. മറക്കരുത്. പെണ്ണിന് സ്വർഗം കിട്ടണമെങ്കിൽ ഭർത്താവിനനുസരിക്കണം, ഭർത്താവിന് സ്വർഗം കിട്ടണമെങ്കിൽ ഉമ്മയനുസരിക്കണം. മനസ്സിലായോ? അപ്പൊ പെണ്ണ് എന്റെ ഭർത്താവിന് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെണ്ണില്ല, ഭർത്താവിനോട് പറയാ, എന്റെ അമ്മായിമ്മ അഥവാ നിങ്ങളുടെ ഉമ്മ നേരെ നോക്കണേ, തലയണ മന്ത്രം പറഞ്ഞിട്ട് ഭർത്താവിനെയും ഉമ്മയെയും അകറ്റരുത്. ഉമ്മയുടെ കുറ്റവും കുറവും ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കരുത്. അഥവാ ഭർത്താവിന്റെ മനസ്സിൽ ഉമ്മയോടൊരു വെറുപ്പ് വന്നാൽ നിന്റെ ഭർത്താവ് നരകത്തിലായിരിക്കും. ഉമ്മയെ വെറുപ്പിച്ചു പോയാൽ അപ്പൊ നീയും നരകത്തിലായിരിക്കും. അതുകൊണ്ട് നിനക്ക് സ്വർഗം വേണോ, നിന്റെ അമ്മായി ഉമ്മ അഥവാ നിന്റെ ഭർത്താവിന്റെ ഉമ്മ, ആ ഉമ്മയെയും ഭർത്താവിനെയും നല്ല സ്നേഹത്തിൽ കൊണ്ടുപോകാൻ നീ ശ്രമിക്കണം. അഥവാ ഉമ്മയോട് കയറുന്ന, ഉമ്മയെ മൈൻഡ് ചെയ്യാത്ത ഭർത്താവാണെങ്കിൽ നീ ഇടപെടണം. എന്റെ പൊന്നാര ഭർത്താവേ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഉമ്മല്ലേ, ഉമ്മന്റെ കയ്യിലല്ലേ താക്കോലുള്ളത്, അത് പറയണം. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ ശ്രദ്ധിക്കുകയും കുടുംബം കലക്കരുത്, കുടുംബം തൊണ്ടരുത്. തലയണ മന്ത്രം കൊണ്ട് എത്ര കുടുംബങ്ങളാണ് തകർന്നത്. ജ്യേഷ്ഠനും അനുജനും സംസാരിക്കുന്നില്ല, ഉമ്മയും ഉപ്പയും ബന്ധമില്ല, ഉമ്മയും ഉപ്പയും മക്കളും തമ്മിൽ ബന്ധമില്ല. അങ്ങനെ എത്ര കുടുംബ ബന്ധമാണ് ശിഥിലമായി കൊണ്ടിരിക്കുന്നത്. നിനക്കറിയുമോ എന്റെ ചെറുപ്പക്കാരാ, കുടുംബ ബന്ധം വിച്ഛേദിച്ചവന് സ്വർഗം സ്വപ്നം കാണാൻ കഴിയൂല. മൻ ഖതഅനി ഖതഅഹുല്ലാഹ്, എന്നോടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ അവനോടുള്ള ബന്ധം അല്ലാഹു വിച്ഛേദിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. മൻ വസലനി വസലഹുല്ലാഹ്, ഒരാൾ കുടുംബ ബന്ധം പുലർത്തിയാൽ അവരോടുള്ള ബന്ധം അല്ലാഹു പുലർത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ചുടിച്ചു നിൽക്കുന്ന, തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കി നോക്കട്ടെ. ആരുണ്ടാവില്ല. ഉണ്ടെങ്കിലും കൈവക്കില്ല, എനിക്കറിയാം, വെറുതെ പറഞ്ഞാണ്. ആരെങ്കിലും ഉണ്ടോ? ഒരു കാര്യം പറയട്ടെ, ഞാൻ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ ദുആ പറഞ്ഞു കൊടുക്കുമ്പോ അവസാനം ദുആ ചെയ്യാൻ പോവാണ്. അവസാനം ഒരു ദുആക്ക് ഉണ്ട്. അങ്ങനെ ദുആ ചെയ്യാൻ പോകുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിച്ചു പറഞ്ഞു, അല്ല, ഈ സദസ്സിലെ പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ നിന്നിട്ടൊന്ന് പോവണം, ഇവിടെ ഇരിക്കരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ഒരു സ്വഹാബി വേഗം എണീറ്റിട്ട് അവിടെ നിന്ന് പോയിട്ട് നോക്കുമ്പോ വർഷങ്ങളായി അമ്മായിയുമായിട്ട് പിണക്കത്തിലായിരുന്നു. അമ്മായി സലാം അലൈക്കും. വഅലൈക്കും സലാം. എന്താ ഇപ്പൊ ഒരു സലാം? വർഷങ്ങളായിട്ട് ഒരു ബന്ധമില്ലല്ലോ, ഇന്നിപ്പോ ഒരു സലാം എന്തേ? അമ്മായി ചോദിച്ചു. അല്ല, ഞാനിങ്ങനെ അബൂ ഹുറൈറയുടെ വാല് കേട്ടുകൊണ്ടിരിക്കുമ്പോ അബൂ ഹുറൈറ പറഞ്ഞു, ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ സദസ്സിലിരിക്കരുത്, വേഗം പോകണം. അപ്പൊ ഞാൻ പേടിച്ചിട്ട് വേഗം വന്നതാണ്. അപ്പൊ അബൂ ഹുറൈറയോട് ചോദിക്കുക, അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് അബൂ ഹുറൈറയോടൊന്ന് ചോദിക്കണം. അബൂ ഹുറൈറയുടെ സമീപത്തേക്ക് കടന്നു വന്നു. അല്ലയോ അബൂ ഹുറൈറ, നിങ്ങൾ എന്തങ്ങനെ പറഞ്ഞത്? സദസ്സിലിരിക്കരുത് എന്ന് പറയാനുള്ള കാരണമെന്ത്? അപ്പോഴാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുടുംബ ബന്ധം പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ ദുആഇന് ഉത്തരമില്ല, ആ സദസ്സിന്റെ ദുആഇന് ഇജാബത്തില്ല. 1000 സംഭാവന നൽകിയാലും, 10,000 സംഭാവന നൽകിയാലും, ലക്ഷക്കണക്കിന് രൂപകൾ സംഭാവന നൽകിയാലും കുടുംബ ബന്ധം പിണങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ സദസ്സിലിരിപ്പുണ്ടെങ്കിൽ ദുആഇന് ഇജാബത്തില്ല. ലോകത്തെ ഏറ്റവും വലിയ തങ്ങളെ കൊണ്ടുവന്നിരുത്തിയാലും ഉത്തരം കിട്ടൂല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കുടുംബ ബന്ധം പിണങ്ങി നിൽക്കുന്ന ആളുകൾ ദുആ നടക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കുക. സദസ്സ് എന്ന് പറഞ്ഞാൽ ഈ കസേരയുള്ള സ്ഥലമാണ് സദസ്സ്. അതാണ് സദസ്സ്. കസേര കെട്ട് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയ സ്ഥലമാണ് സദസ്സ്. പുറത്ത് സദസ്സാവൂല.
പുറത്തോ വണ്ടിയോ ബൈക്കോ കാറോ ഒന്നും സദസ്സാവും. സദസ് ഇവിടെ തന്നെ ഇരിക്കണം, എന്നാലും സദസ്സാവും. അപ്പൊ എന്ത് ചെയ്യാ? പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ദയവച്ച് നമ്മൾ കാരണം മറ്റുള്ള ആളുകൾ കിട്ടുന്ന ഉത്തരം പോവാതിരിക്കണ്ട, അതുകൊണ്ടൊന്ന് മാറി നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് മഹാനായ അബൂ ഹുറൈറ അറഫ മൈതാനിയിൽ അല്ലാഹു 10,000 ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയമാണല്ലോ. പിശാചുക്കളെ പേടിച്ച് നട്ടോട്ടമോടുന്ന സമയമാണ്. അല്ലാഹു ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയാതെ അസഹനീയമായ വേദന കൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കി വെപ്രാളത്തോടെ ഓടിപ്പോകുന്ന സമയത്ത് ആ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഹാബാക്കളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് എണീറ്റ് പോകണം. സഹാബി പതിവ് ഒരു സഹാബി എണീറ്റ് പോയി. നബി തങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞപ്പോഴേക്കും സഹാബി തിരിച്ചു വന്നു. നബി വിളിച്ചു, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ടാ പോയത്? പറഞ്ഞു, നബിയേ, നിങ്ങൾ പറഞ്ഞല്ലോ പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഇവിടെ ഇരിക്കരുത് എന്ന് പറഞ്ഞല്ലോ. ഞാൻ എന്റെ ഒരു സഹോദരനുമായി 8 വർഷമായി പിണക്കത്തിലാണ്. 8 വർഷമായി ഞാൻ ചുടിച്ചു നിൽക്കുകയാണ് നബിയെ. ഞാൻ സലാം പറയാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് കൺഗ്രാജുലേഷൻ നൽകിയത്. എന്നിട്ട് പറഞ്ഞു, പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ സദസ്സിലുണ്ടെങ്കിൽ അവിടേക്ക് മനക്കിറങ്ങൂല. പിന്നല്ല നമ്മളെ കുറിച്ചിട്ട് നാളെ സ്വർഗത്തിൽ പോയിട്ട് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ കുറിച്ചിട്ട് നാളെ പറയണമെങ്കിൽ ഇവിടെ പിണങ്ങി നിൽക്കുന്ന ആള് പോകാൻ പാടില്ല. ഇനി എണീറ്റ് പോയാളൊന്നും പിണങ്ങി നിൽക്കുന്ന ആളെന്ന് ഞാൻ വിചാരിക്കൂലേ? നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ട് പോകാതിരിക്കുന്നു വേണ്ട. അതുകൊണ്ട് ഇപ്പൊ വേണ്ട, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് നിർത്തും. അപ്പൊ എന്ത് ചെയ്യാ? തെറ്റി നിൽക്കുന്ന ആളുകൾ നന്നാവാൻ നിങ്ങൾക്ക് മനസ്സില്ലേ? സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഇനി ഇങ്ങനെ തന്നെ ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമാണ്. ദയവ് ചെയ്ത് കുറച്ച് മാറി നിന്നാൽ മതി. ദുആ ചെയ്യുന്ന സദസ്സ് നിങ്ങളുടെ അടുത്ത് വിളിക്കുമ്പോൾ കുറച്ച് മാറി നിന്നാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ നന്മയും തിന്മയും അല്ലാഹു കണക്കാക്കി നോക്കുമ്പോൾ, നന്മയും തിന്മയും എല്ലാ വ്യാഴാഴ്ച രാത്രികളിൽ കണക്കാക്കി നോക്കുമ്പോൾ അല്ലാഹു ദാ ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, സകാത്ത് കൊടുത്തിട്ടുണ്ട്, സദഖ കൊടുത്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇയാളുടെ അനുജനുമായി പിണക്കത്തിലാണ്. മാറ്റിവെക്കും, വേണ്ട വേണ്ട, ഇത് കണക്കെടുപ്പണ്ട, ഇത് കണക്കെടുക്കാനേ ഇല്ല. ഇവന്റെ ഒരു അമലൊന്നും നോക്കൂല, ഇവന്റെ ഒരു നിസ്കാരം നോക്കൂല, ഇവന്റെ ഒരു നോമ്പ് നോക്കൂല, സുന്നത്തും നോക്കൂല, ഖുർആൻ നോക്കൂല. പിണങ്ങിയവനാണ്. വിട്ടേക്ക് മൻ ഖതഅനി ഖതഅഹുല്ലാഹ്. കുടുംബ ബന്ധം വിച്ഛേദിച്ചവനെ അല്ലാഹു പൂർണ്ണമായി കൈയൊഴിഞ്ഞിരിക്കുകയാണ്. മരിച്ചുപോയാൽ എന്താ കഥ? മരിച്ചുപോയാൽ എന്താ കഥ? പിന്നെ എന്തിനാ ഈ പിണക്കങ്ങൾ? നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ. എന്നിട്ട് ഇവിടെ തെറ്റി പിണങ്ങി ചുടിച്ച്, സംഘടന ആവട്ടെ പാർട്ടി ആവട്ടെ, കുടുംബബന്ധം പിണങ്ങിയിട്ടൊരു സംഘടന നമുക്ക് വേണ്ട. അത് ഏത് SKSF കാരനാണെങ്കിലും ശരി, ഏത് SSF കാരനാണെങ്കിലും ശരി, കുടുംബബന്ധം പിണങ്ങിയിട്ടുള്ളൊരു സംഘടന നമ്മൾക്ക് വേണ്ട. പാർട്ടിയും വേണ്ട. കുടുംബബന്ധം കുടുംബബന്ധമാണ്, ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ സംഘടന ഓരോ ആളുകൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോട്ടെ. നമ്മൾക്ക് എന്താ കുഴപ്പം അല്ലേ? നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം നമ്മൾക്കുണ്ട്. നല്ല കറകളഞ്ഞ നേതാക്കന്മാർ നമ്മൾക്കുള്ളത്, നമുക്ക് നിഷ്കളങ്കരായ നേതാക്കൾ. ആ ഒരു അഭിമാനം നമ്മൾക്ക് എന്നുണ്ട്. അത് നമ്മൾ എവിടെയും പറയും. നമ്മൾക്കതിൽ എവിടെയും ഞാൻ ഏത് സംഘടന, ഞാൻ ഒന്നിനില്ല എന്ന് പറയേണ്ട അവസ്ഥ നമുക്കില്ല. നമ്മൾ പറയും ധൈര്യത്തോടെ ഞാൻ സമസ്തക്കാരനാണ്. പക്ഷെ ചില ആളുകൾ പറയും ഞാൻ ഒന്നിനില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണം ഇതേത് സംഘടനയാണെന്ന്. കാരണം സ്വന്തം സംഘടനയോട് ഒരു മതിപ്പില്ല, പറയാൻ പേടിയാ, ഒന്നിനില്ല എന്നാ പറയാ. ആണുങ്ങളെ പോലെ പറയും, നെഞ്ചു വിരിച്ചു പറയും സമസ്തക്കാരനാണ്. അഭിമാനത്തോടെ എവിടെയും പറയാൻ നമ്മൾ തയ്യാറാണ്. കാരണം നമ്മുടെ നേതാക്കന്മാർ കറകളഞ്ഞ നിഷ്കളങ്കരായ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചു മരിച്ചു പോയ മഹാന്മാർ. നമുക്ക് പേടിയില്ല. അതുകൊണ്ട് ഏത് സംഘടന സെലക്ട് ചെയ്യണം അത് ഓരോ ആളുകളുടെ ചോയ്സാണ്. പക്ഷെ സംഘടനയുടെ പേരിലോ പാർട്ടിയുടെ പേരിലോ പിണങ്ങരുത്, അടിപിടി കൂടുതലൊന്നും അർത്ഥമില്ല. ഈ അടിപിടിയിലൊന്നും കാര്യമില്ല. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നാളെ ചോദിക്കൂല നീ സംഘടന മാറിയത് കൊണ്ട് പണങ്ങിയാണോ? അതൊന്നുമില്ല. സംഘടന ഇതാവട്ടെ, പണക്കം വേണ്ട, നല്ല ഇണക്കത്തോടെ സ്നേഹത്തോടെ ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ കുടുംബബന്ധം വലിയൊരു വിഷയമാണ്. നമ്മൾ എങ്ങനെ എവിടെ എത്തി? പെണ്ണുങ്ങളെ കാര്യം പറഞ്ഞ പോലെ 4 കാര്യം ചെയ്താൽ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് സ്വർഗം നൽകാം. ഭർത്താവിന്റെ കൈകളിലാണ് നിങ്ങളുടെ സ്വർഗമെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ വാച്ച് നടക്കുന്നില്ലെന്നുണ്ടല്ലോ. 11:49 പഠിച്ചോനെ, ഞാൻ 11:4 എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നുള്ളത്. ഇത് നടക്കുന്നില്ല. 11:4 നിന്നിട്ടുണ്ട്. ഞാൻ 11:50 ഞാൻ നിർത്തട്ടെ, ഇനി 10 മിനിറ്റ് ഉള്ളു അല്ലേ? സോറി കേട്ടോ, ഞാൻ അങ്ങനെ വിചാരിച്ചു 11:4 എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ഞാൻ പ്രസംഗിച്ച്. ഇപ്പൊ ടൈം നോക്കുമ്പോൾ 11:50. ഞാൻ നിർത്തിയ ഒരു 5 മിനിറ്റ്. ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യം പറയണ്ടായിരുന്നു സ്വർഗത്തിലേക്ക് പോകാനുള്ള. ഏതായാലും ഇങ്ങനെ 4 കാര്യം ചെയ്താൽ ആ പെണ്ണുങ്ങളോട് അല്ലാഹു പറയും, നിനക്ക് ഏത് കവാടമാണ് വേണ്ടത്?
മിൻ അയ്യബ്വാബിൽ ജന്നതി ശിഅതി, സ്വർഗ്ഗത്തിന്റെ ഏത് കവാടം വേണമെങ്കിലും നിനക്ക് കടന്നു പോകാം. ഇത് വേറൊരാൾക്ക് ലഭിക്കും വുളൂ ചെയ്തിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് എന്ന ദിക്ർ വുളൂഇന്റെ ശേഷം ഖിബ്ലയിലേക്ക് മുന്നിട്ട് അല്ലാഹുവിനോട് എല്ലാ വുളൂഇന്റെ ശേഷം ചോദിക്കുന്ന ആളുകളോട് അല്ലാഹു പറയും നിനക്ക് ഏത് കവാടം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അങ്ങനെ ഒരു കവാടം അല്ലാഹുവിന്റെ ഹബീബ് നൽകിയത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനാണ്. അല്ലാഹു അവരുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു തരട്ടെ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫ്ശുസ്സലാം, സ്വർഗ്ഗത്തിലേക്കുള്ള ഷോർട്ട് കട്ടാണ് പറയുന്നത്, സ്വർഗ്ഗത്തിലേക്കുള്ള എളുപ്പവഴിയാണ് പറയുന്നത്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പറയണേ, സലാം പറയണേ. ചങ്ങാതിമാരോട്, നാട്ടുകാരോട്, കുടുംബക്കാരോട്. അവിടെയും സംഘടന നോക്കരുത്, അവിടെയും രാഷ്ട്രീയ പാർട്ടികൾ നോക്കരുത്. അഫ്ശുസ്സലാം, സലാം പറയണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നിങ്ങനെ സലാം പറയണം. അബലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബതും, നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ഉപായം പറഞ്ഞു തരട്ടെ, ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ, ഒരു തന്ത്രം പറഞ്ഞു തരട്ടെ. ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്നേഹം വർദ്ധിക്കാൻ, മക്കളുടെയും മാതാപിതാക്കളുടെയും സ്നേഹം വർദ്ധിക്കാൻ, കാമുകന്മാർക്കിടയിലുള്ള സ്നേഹം വർദ്ധിക്കാനല്ല. അങ്ങനെ വിചാരിക്കും സ്നേഹം വർദ്ധിക്കാൻ. വേഗം പറഞ്ഞിട്ട് ഉസ്താദ് എന്റെ പെണ്ണ് എന്നെ തീരെ മെയിൻ ചെയ്യുന്നില്ല, വേഗം പറഞ്ഞോളി. അവരോടല്ല, പച്ച ഹറാമാണ്. അന്യ പെണ്ണുങ്ങളോട് സലാം പറയല് പച്ച ഹറാമാണ്. നിങ്ങൾ ഈ ബാക്കി നിങ്ങൾ ചിന്തിച്ചാൽ മതി. സലാം പറയല് ഹറാമെന്ന് അള്ളാഹുവിന്റെ ഹബീബും പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വർത്താനങ്ങളൊക്കെ ഏതിലാ പെടുന്നു നിങ്ങൾ തന്നെ ആലോചിക്കുക. ഞാൻ പറയണില്ല, നമ്മുടെ ബാക്കിയുള്ള വർത്താനങ്ങളുണ്ടല്ലോ, എന്ത് വർത്താനാവട്ടെ, സലാം പറയല് ഹറാമാണ് അന്യ പെണ്ണുങ്ങളോട്. ബാക്കി നിങ്ങൾ വിട്ട നിങ്ങൾ തീരുമാനിച്ചോളി. സ്നേഹം വർദ്ധിക്കാൻ ഒരു ഉപായം പറഞ്ഞു തരട്ടെ. ബലായ റസൂലല്ലാഹ്, പറയൂ നബിയെ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അഫ്ശുസ്സലാം. വീട്ടിലെത്തിയാൽ ഭാര്യയോട് സലാം പറഞ്ഞിട്ട് മുസാഫഹത്ത് ചെയ്ത് കൈ കൊടുക്ക്, സ്നേഹം വർദ്ധിക്കും, നല്ല സ്നേഹം ഉണ്ടാകും. വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുമ്പോൾ അസ്സലാമു അലൈക്കും. അടുക്കളയിലേക്ക് പോകുമ്പോ അടുക്കളയിൽ ഭാര്യ ചായ കാച്ചുകയാണ്, അസ്സലാമു അലൈക്കും. റൂമിന്ന് വന്നതാണ്, കുഴപ്പമില്ല, സലാം പറയണം. ഏതുവരെ നമ്മൾ രണ്ടുപേരിങ്ങനെ നടക്കുമ്പോഴാണ് ഈ പോസ്റ്റ് മറയായി വന്നത്. ഞാൻ ഈ വഴി പോയി, ചങ്ങാതി അപ്പുറത്തെ വഴി പോയി, പിന്നെ വീണ്ടും കണ്ടപ്പോ അസ്സലാമു അലൈക്കും. ഇതുവരെ കൈ പിടിച്ചു വന്ന ആളാണ്. ഇങ്ങനെ ഒരു പോസ്റ്റോ മരമോ ഒരു കല്ലോ മറയായി വീണ്ടും കാണുമ്പോ വീണ്ടും അസ്സലാമു അലൈക്കും പറയണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹാല ബൈനഹുമൽ ഹജറു, കല്ലോ പിന്നെ അല്ലെങ്കിൽ മരമോ എന്തെങ്കിലും ഒന്ന് മറയായാൽ വീണ്ടും കാണുമ്പോ വീണ്ടും സലാം പറയണം. അത്രത്തോളം പ്രാധാന്യം സലാമിന് നൽകിയിട്ടുണ്ട്. പക്ഷേ അന്ത്യനാൾ വരുമ്പോ സ്വന്തക്കാർക്ക് മാത്രം സലാം പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. തലക്കെട്ട് നോക്കിയിട്ട് സലാം പറയാം, ഇത് മറ്റേ പാർട്ടിക്കാരനാണ്, സലാമില്ല. അങ്ങനെ തലക്കെട്ടും ജുബ്ബൊക്കെ നോക്കിയിട്ട് ഇത് പോരെ, നമ്മളെ വർഷമില്ലല്ലോ എന്ന് ഇയാൾക്ക് സലാമില്ല. അയാൾ മുഖം പൊറിപ്പിച്ചും ഇങ്ങനെ കറുപ്പിച്ച് നടക്കുക. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പാർട്ടിയൊന്നും നോക്കണ്ട, മുസ്ലിമാണെങ്കിൽ സലാം പറഞ്ഞേക്ക്, വലിയ കാര്യമാണ്. സ്നേഹം വർദ്ധിക്കും, സലാം പറയുമ്പോൾ സ്നേഹം വർദ്ധിക്കും. ഉസ്താദുമാരുടെയും ശിഷ്യന്മാരുടെയും ഇടയിൽ സ്നേഹം വർദ്ധിക്കാൻ, മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ സ്നേഹം വർദ്ധിക്കാൻ, ചങ്ങാതിമാരുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കാൻ നിങ്ങൾ പരസ്പരം സലാം പറയേ. സലാം പറഞ്ഞാലോ തദ്ഖുലുൽ ജന്നത ബിസലാം, സ്വർഗ്ഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കടന്നു പോകാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭക്ഷണം നൽകണേ. നമ്മുടെ ചീരണി നല്ല മൂരിക്കുട്ടന്മാരും നല്ല നെയ്ച്ചോറൊക്കെ ഒരുക്കി ഒരുപാട് ആളുകൾ മൂരിക്കുട്ടന്മാരെ കേറ്റെടുത്തിട്ടുണ്ട്. ഭക്ഷണം നൽകി. വേദനൊക്കെ വരുമ്പോ സാധുമാരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ നാട്ടിൽ ഇടയ്ക്കിടെ ഫംഗ്ഷനാക്കി വിരുന്നൊക്കെ കൊടുക്കുക. കുറെ പൈസ ഉണ്ടാക്കി പൈസ ആരും കൊണ്ടുവന്നില്ല, അത് മനസ്സിലാക്കി. ഇടയ്ക്കിടെ മാസത്തിലൊരിക്കൽ നല്ല ചിക്കനും നല്ല നെയ്ച്ചോറും നല്ല ബീഫൊക്കെ ഉണ്ടാക്കി നല്ല ഭക്ഷണം ഉണ്ടാക്കി നാട്ടുകാര്, ചങ്ങാതിമാർ, അയൽവാസികൾ, കുടുംബക്കാരെല്ലാരെയും വിളിച്ചിട്ട് ഫംഗ്ഷൻ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. വലിയ കൂലിയുള്ള കാര്യമാണ്. സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴി അതാണ്. നിങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണേ. ഇത്ര മുതലാളിമാരുണ്ടോ? ആകെ പെരുന്നാളിന് വീട്ടിൽ പോവാ, വേറൊരു ബന്ധം ഉണ്ടാവില്ല. പെരുന്നാളിന് ഏതായാലും ഒരു പിന്നെ ഹോർലിക്സ് കളിക്കുണ്ടാകും, ടാങ്ക് അടിച്ചുണ്ടാകും. ആകെ ഒരു ടാങ്കും സ്ട്രോബെറിയും പിസ്തല്ലാതെ കിട്ടൂല്ല. അതൊക്കെ തടിക്ക് കേടാണ്, അത് കൊടുക്കാൻ വേണ്ട. നിങ്ങൾ മനസ്സിലായോ? കല്യാണമൊക്കെ വിളിക്കാൻ വരുമ്പോൾ ഉണ്ടാവും ഒരു ടാങ്ക്, ഒരു പിസ്ത, ഒരു സ്ട്രോബെറി. ഇതിങ്ങനെ അടിച്ച് പാല് മുക്കി അടിച്ച് കൊടുക്കും. അത് കുടിച്ച് എന്താ ഉണ്ടാവുക? ശരീരത്തിന് അസുഖം വർദ്ധിക്കുന്നല്ലാതെ നല്ല ഫ്രഷ് ജ്യൂസ് കൊടുക്ക്.
മനസ്സിലായി? ടാങ്കൊക്കെ നിരോധിക്കേണ്ട കാലമായിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കുക വീട്ടിൽ നിന്നൊക്കെ. വരുന്ന ആളുകൾക്ക് നല്ല ഫ്രഷ് ജ്യൂസ് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല അതിഥികൾ നല്ല രീതിയിൽ സൽക്കരിക്കുക. നല്ല ഭക്ഷണം കൊടുക്കൂ. നല്ല ഭക്ഷണം കൊടുത്താൽ വളരെ സന്തോഷത്തോടെ സ്വർഗ്ഗത്തിൽ പോവാം. കുടുംബബന്ധം പുലർത്തണേ, കുടുംബബന്ധം പുലർത്തണേ. നേരത്തെ പറഞ്ഞത് വിശദീകരിക്കുന്നില്ല. കുടുംബബന്ധം നല്ല രീതിയിൽ നോക്കിയാലും നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവാം. ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങൾ എന്റെ സഹോദര, നിങ്ങളൊന്ന് അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കണേ. ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കണേ. 2 റക്അത്ത് തഹജ്ജുദ്, ഈ 4 കാര്യം ചെയ്താൽ നമുക്ക് സ്വർഗത്തിൽ പോവാം. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണം. 4 കാര്യം ഓർമ്മയുണ്ടോ? 1 അഫ്ശുസ്സലാം, സലാം പറയണം. 2 അത്ഇമുത്ത്അം, ഭക്ഷണം നൽകണം. ഇടയ്ക്കിടയ്ക്ക് വിരുന്നുണ്ടാക്കുക വീട്ടില്. വലിയ വിരുന്നെന്ന് പറഞ്ഞാൽ 10 ലക്ഷം 15,000 ഒന്നും ചെലവഴിക്കണ്ട. ഒരു ചിക്കൻ കൊണ്ടുവരാ, ഒരു നെയ്ച്ചോറുണ്ടാക്കുക, എന്നിട്ട് നാട്ടാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുക, മതി. വിരുന്നാണ്, അല്ലാഹു കൂലി തരും. 3 സല്ലു ബില്ലൈൽ, രാത്രി നിസ്കരിക്കുക. 4 സിലത്തുൽ അർഹാം, കുടുംബബന്ധം പുലർത്തുക. ഈ 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ തദ്ഖുലുൽ ജന്ന ബിസലാം, പുഷ്പം പോലെ സ്വർഗ്ഗത്തിൽ കടക്കാം. അല്ലാഹു നമ്മളെ സ്വർഗ്ഗത്തിൽ എത്തിക്കുമാറാവട്ടെ. പിന്നൊരു കാര്യം പറയട്ടെ, പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ നമ്മൾ പറയൂല. പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ പറയൂല. എന്താണെന്നറിയോ? ഒരു ദിവസം ഒരു 10 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, നമ്മൾക്ക് വേണ്ടി അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്ന് ലോകത്തിന്റെ മുത്തേ റസൂലുള്ളാഹ് പറയാറുണ്ടോ? ഒന്ന് കൈപൊക്കി, ഇതൊന്ന് കൈപൊക്കിയ. ഒരു ദിവസം ഒരു 10 സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ആളുകൾ ആരുമില്ല. അതാ ഞാൻ പറഞ്ഞു, ഒരാൾ അൽഹംദുലില്ലാ, 2 ആള് മാഷാ അല്ലാഹ് ഉഷാറാണല്ലോ, അൽഹംദുലില്ലാ. അല്ലാഹു നിലനിർത്തട്ടെ. നമ്മൾക്കൊക്കെ അറിയാഞ്ഞിട്ടാണ് വിഷയം, അല്ല നമുക്ക് മറക്കും, പിശാച് മറപ്പിക്കും. കാരണം ഇത് വലിയൊരു പ്രതിഫലമുള്ള അമലാണ്. സ്വർഗത്തിൽ ഒരു വീട് 10 സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ അരമണിക്കൂർ വേണ്ടേ? അല്ലേ? 10 മിനിറ്റ് വേണോ? അരമണിക്കൂറാണോ 10 സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ? 10 മിനിറ്റ് വേണോ? നിങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. ഇതൊരു റേഡിയോ ടൈപ്പായി പോയിട്ടുണ്ട്. നിങ്ങൾ പ്രതികരിക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. തൽക്കാലം ഇൻട്രസ്റ്റ് ഒന്ന് വേണ്ടകൾ നിർത്തിക്കാളിന്നായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്. തൽക്കാലം നിങ്ങൾ ഇൻട്രസ്റ്റ് ഒക്കെ നിർത്തി ഒരുപാട് നിർത്തിക്കോളി, സമയം കുറെ വൈകിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാൻ നിർത്താണ്. അപ്പോ നമ്മൾ പറഞ്ഞു സൂറത്തുൽ ഇഖ്ലാസ് 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് മതി എന്റെ അഭിപ്രായം. ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഒരു ദിവസം 10 തവണ ഓതിയാൽ വനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അപ്പോഴാണ് ഉമർ തങ്ങളെ പോലെയുള്ള സ്വഹാബാക്കൾ ചോദിച്ചത്, നബിയെ 20 എണ്ണം ഓതിയാലോ? 20 എണ്ണം ഓതിയാൽ 2 വീട്, 30 എണ്ണം ഓതിയാലോ 3 വീട്. എന്നാൽ ഇദൻ മുഖ്സിറു യാ റസൂലല്ലാഹ്, എന്നാൽ നബിയെ ഞങ്ങൾ ഒരുപാട് ഓതും നബിയെ, 20 30 എന്നല്ല, 100 കണക്കിന് 300 കണക്കിന് ഓതും നബിയെ. എത്ര വീടുകളായിരിക്കും നമ്മൾക്കൊക്കെ അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് സ്വർഗ്ഗം നമ്മൾ നരകത്തിൽ, അതുണ്ടാവോ? ഇതിന്റെ അർത്ഥം എന്താ? അള്ളാഹു സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി നമ്മൾ സ്വർഗത്തിൽ എത്തുന്നതാണ്. നമ്മൾക്ക് വേണ്ടി ഒരു വീട് അള്ളാഹു സ്വർഗത്തിൽ ഉണ്ടാക്കിയാൽ അവിടെ നമ്മൾ എത്തിപ്പെടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. ഒരു കാര്യം കൂടി പറയട്ടെ, മഹാനായ അബൂബക്കർ ബിൻ ഉയ്യാഷ് എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നുണ്ട്, ഖതംതുൽ ഖുർആന ഫീ ഹാദിഹി സാവിയതി 18000 ഖത്മ. നമ്മളുടെ അമലും മഹാന്മാരുടെ അമലും ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി വേഗത്തിൽ പറഞ്ഞു പോവാണ്. നമ്മുടെ അമലും മഹാന്മാരുടെ അമലും കമ്പയർ ചെയ്ത് നോക്കി. ഞാനെവിടെ, അവരെവിടെ, നമ്മളെവിടെ, അവരെവിടെ? അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്കല്ലേ നമ്മളൊക്കെ പോവേണ്ടത്? മഹാനായ അയ്യാഷ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു പള്ളിയുടെ ഒരു മൂല കാണിച്ചിട്ട് ഈ മൂലയിൽ നിന്നിട്ട് ഖതംതുൽ ഖുർആന ഫീ ഹാദിഹി സാവിയ, ഈ മൂലയിൽ നിന്നിട്ട് 18000 ഖത്മ, 18000 ഖത്മാണ് ഞാൻ തീർത്തത്. ഒരു മൂലയിൽ ഇരുന്നിട്ട് 18000 ഖത്ം. മഹതിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ തന്റെ കൈകൾ കൊണ്ട് കുഴിച്ചുണ്ടാക്കിയ കബറിടത്തിൽ കിടന്നിട്ട് 190 ഖത്തം, തന്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ കബറിടത്തിൽ കിടന്നിട്ട് 190 ഖത്തം, ജീവിതത്തിൽ 6000 ഖത്തം തീർത്ത മഹതിയായ നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ. അതുപോലെ വലം യലഅ സുലൈമാൻ തൈമി എന്ന പണ്ഡിതൻ 20 വർഷം ഉറങ്ങിയിട്ടേയില്ല. ഇബ്നുൽ മുഅ്തമിർ എന്ന പണ്ഡിതൻ 40 വർഷക്കാലമാണ് നിരന്തരമായി നോമ്പ് നോറ്റത്. പെരുന്നാളും ഹറാമായ ദിവസങ്ങളും അല്ലാതെ നിരന്തരമായി 40 വർഷമാണ് സുന്നത്ത് നോമ്പ് നോറ്റത്. രാവിലെ നോമ്പ്, വൈകുന്നേരം നിസ്കാരം, രാവിലെ നോമ്പ്, രാത്രി നിസ്കാരം, രാവിലെ നോമ്പ്, രാത്രി
രാത്രി നിസ്കാരം മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന നമ്മളൊക്കെ അനുസ്മരിക്കുന്ന ജീലാനി ഒരു നിസ്കരിച്ചത് 40 വർഷമാണ് എന്ന് പറഞ്ഞാൽ 40 വർഷം രാത്രിയിൽ ഉറങ്ങിയിട്ടേ ഇല്ല. ഞങ്ങളുടെ അമലും അവരുടെ അമലും കമ്പയർ ചെയ്യാനാണ്. അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്കല്ലേ നമ്മളും പോവേണ്ടത്? അവർ പോകുന്ന സ്വർഗത്തിലേക്കല്ലേ നമ്മളും പോവേണ്ടത്? എന്റെ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി, ഒരുപാട് അമലുകൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്ത് എന്നറിയോ? എന്തേ കാരണം? മഹാനായ ശംസുൽ ഉലമയെ സ്നേഹിക്കുന്നുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത്. മഹാന്മാരായ പണ്ഡിതന്മാരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഒരുമിച്ച് കൂടിയ നമ്മൾ അള്ളാഹുവിനോട് പറയാണ്, അല്ലാഹുവേ ഇന്നി ഉഹിബ്ബു അബൂബക്കർ, അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടമാണ്, സിദ്ദീഖിനെ ഇഷ്ടമാണ്, ഉമറിനെ ഇഷ്ടമാണ്, ഉസ്മാനിനെ ഇഷ്ടമാണ്, ശംസുൽ ഉലമയെ ഇഷ്ടമാണ്, മഹാനായ കണ്ണിയത്തിന് ഇഷ്ടമാണ്. മഹാന്മാരായ അള്ളാഹുവിനെ കുറിച്ച് മഹാന്മാരായ പൂർവ്വസൂരികളായ ഉഖ്റവിയായ പണ്ഡിതന്മാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്, നമ്മളൊക്കെ ഇവിടെ സംഗമിച്ചിട്ടുള്ളത്, നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹുവേ അവർ ചെയ്ത അമല് നമ്മൾ ചെയ്തിട്ടില്ല, അവർ ചെയ്ത നന്മ നമ്മൾ ചെയ്തിട്ടില്ല. എന്നാലും അവരുടെ കൂടെ ഞങ്ങൾ എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം അവരോടുള്ള സ്നേഹമാണ്. അല്ലാഹുവേ അവരുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.